കർത്താവിൻ്റെ പരിശുദ്ധ വചനം ധ്യാനിപ്പാൻ ദൈവം നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുകയാണ്. ഈ മീറ്റിംഗ് ക്രമീകരിച്ച ജിബു പാസ്റ്ററിനും പ്രജിത്ത് സഹോദരനോടും ലീന സഹോദരിയോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിൽ ആദ്യം മുതൽ ചേർന്ന് ഇതിനെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോട്, ദൈവദാസന്മാരോട് എൻ്റെ അപ്രീസിയേഷൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് ഇങ്ങനെ കേൾപ്പാനിടയായി തീർന്നു. ഇതൊരു വലിയ ഡീപ്പൊരു വിഷയമായതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാതെ ലാസ്റ്റ് അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് കേൾക്കുന്ന ദൈവമക്കൾക്ക് ഒരുപക്ഷെ ഞാൻ പറയുന്ന ആശയം വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പ്രയാസമായിരിക്കും. സോ അതുകൊണ്ട് ഇന്ന് ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മൈൻഡിനെ കുറിച്ചാണ് നമ്മളെല്ലാവരും കൂടെ പഠിക്കുന്നത്. മൈൻഡിനെ കുറിച്ച്. മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിനകത്ത് പ്രത്യേക ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി നമുക്ക് പോലും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് പല കാര്യത്തിൽ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി പ്രയാസമാക്കുന്നത്. ഈ ആനയെ മേയ്ക്കുന്ന പാപ്പാൻ ചെറിയ ഒരാളാണെങ്കിലും ആനയെ മേയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ജാനവാഹു ആനയെ തൻ്റെ ആ ശൂലത്തിൻ്റെ മുനയിൽ നിർത്തി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് പാപ്പാൻ്റെ കഴിവാണ്. ആനയുടെ കണ്ണ് ചെറുതാണ്. അതുപോലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ കപ്പാസിറ്റി എത്രത്തോളമാണ് എന്ന് മനുഷ്യന് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നയിക്കുന്ന, തന്നെ പിടിച്ചടക്കി വെക്കുന്ന പല പാപ്പാന്മാരെയൊക്കെ പൊട്ടിച്ച് പുറത്ത് കളഞ്ഞിട്ട് ഒരു ഫ്രീഡത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയും. സോ അതിന് ദൈവം നമ്മൾ സഹായിക്കുവാനാകട്ടെ. എബ്രായലേഖനം 9-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം എല്ലാവരും കൂടെ ഒന്ന് എടുത്ത് വായിക്കുകയാണെങ്കിൽ അതിൽ കൂടെ ഇന്ന് വരെ നമ്മൾ പഠിച്ച 3 ക്ലാസ്സുകൾ എടുത്ത ആ ക്ലാസ്സിൻ്റെ അകത്തുള്ള സാരാംശത്തെ ഞാനൊന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എബ്രായലേഖനം 9-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കാം. എബ്രായലേഖനം 9-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം കാലം വരെ പരിശുദ്ധ സ്ഥലത്തോട്ടുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു എന്നാണ് വിശുദ്ധ എബ്രായലേഖനത്തെ എഴുതിയ എഴുത്തുകാരൻ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഈ പ്രധാനപ്പെട്ട കാര്യം, ഈ മുൻകൂടാരം എന്താണ്? മുൻകൂടാരം കഴിഞ്ഞിട്ട് അടുത്ത ഒരു കൂടാരമുണ്ട്. അത് പരിശുദ്ധ സ്ഥലമാണെന്ന് ബൈബിൾ പറയുകയാണ്. മുൻകൂടാരവും പരിശുദ്ധ കൂടാരവും ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് ഉള്ള തടവിൻ്റെ മേഖല ഏതാണ്? നമ്മളെ പിടിച്ച് നിർത്തുന്ന മേഖല ഏതാണ്? മുൻ കൂടാരത്തിൻ്റെ മുൻപിൽ എന്തെങ്കിലും ബാരിയർ ഉണ്ടോ? അതും കൂടെ ഒന്ന് നാം മനസ്സിലാക്കി ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ കൂടാരത്തോട് ബന്ധപ്പെട്ട 3 കാറ്റഗറീസ് അല്ലെങ്കിൽ 3 ഡിവിഷനാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്. പ്രകാരം ഹോളി പ്ലേസ് ആൻഡ് മോസ്റ്റ് ഹോളി പ്ലേസ്, പരിശുദ്ധ സ്ഥലം. ഇപ്പം വിശുദ്ധ സ്ഥലത്തിൽ ആണ് ഈ മുൻകൂടാരം എന്ന് പറഞ്ഞ ആ ഭാഗത്തെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്നത് ആരാണ്? അവിടെ ഇരിക്കുന്നത് പുരോഹിതന്മാരാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഭരമേൽപ്പിച്ച ചില പ്രത്യേക ദൗത്യങ്ങളെ അവർ ചെയ്യുകയാണ്. പക്ഷെ അവിടെ അവർ കയറി വന്നത് പ്രാകാരത്തിൽ കൂടെയാണ്. ഇപ്പൊ പ്രാകാരത്തെ ഹീബ്രു കോൺസെപ്റ്റിൽ പോകുമ്പോൾ, എബ്രായ ഭാഷ ഒരു പ്രത്യേക ഭാഷയായ കേട്ടോ, ആ ഭാഷയെ പോലെ വളരെ ഡെപ്തുള്ള ഭാഷ എനിക്കറിയില്ല വേറെ എന്തെങ്കിലും ഉണ്ടോന്ന്. ഭാഷാ സാഹിത്യം പഠിച്ച ദേവദാസന്മാർ അതിനെക്കുറിച്ച് വ്യക്തമാക്കും. ഇപ്പം എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ എൻ്റെ അറിവിൽ, എൻ്റെ പരിചയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹീബ്രു ലാംഗ്വേജ് വളരെ ഡെപ്തുള്ള ഭാഷയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ആ ഭാഷയെ
മറ്റൊരു ഭാഷയിൽ വ്യക്തമാക്കുമ്പോഴത്തേക്ക് അതിന് വേണ്ടതായ വാക്യങ്ങൾ, വേണ്ടതായ വാക്കുകളില്ല, വൊക്കാബുലറീസ് ഇല്ല. അപ്പം ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും വേറെ ഏതെങ്കിലും പുതിയ ഒരു ആശയം ഉണ്ടായി വരുന്ന വാക്കുകളാണ് പലപ്പോഴും ബൈബിൾ തർജ്ജമ ചെയ്യുന്ന വ്യക്തികൾ തന്നെ ഉപയോഗിച്ചത്. ഇത് തന്നെയാണ് നമ്മുടെ അപ്പോസ്തലന്മാർക്കും അല്ലെങ്കിൽ പുതിയ നിയമം എഴുതിയ എഴുത്തുകാർക്കും പറ്റിയ ഒരു വിഷയം. എന്ത് ചെയ്യാൻ വാക്കില്ല വ്യക്തമാക്കാൻ വേണ്ടി. ഇപ്പോൾ ഹീബ്രു കോൺസെപ്റ്റിൽ പോകുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്ട്രക്ചറിനെ, നമുക്ക് സോഫ്റ്റ്വെയർ നമുക്ക് ചിന്തിക്കാം. ആ സ്ട്രക്ചറിനെ 3 ഭാഗത്തിൽ കൂടെയാണ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ സ്ട്രക്ചറാണ് നെഫേഷ് എന്ന പറഞ്ഞ സ്ട്രക്ചർ. അപ്പം ഇത് ഹീബ്രു വാക്കായ കൊണ്ട് ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ അർത്ഥം അത്രയും വ്യക്തമായി മനസ്സിലാകത്തില്ല. അപ്പോൾ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നെഫേഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മലയാളം കോൺസെപ്റ്റിൽ പ്രത്യേകിച്ച് ഗ്രീക്ക് യവന വിഭാഗത്തിൽ നിന്ന്, ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് വന്ന ചില ആശയങ്ങളുണ്ട്. അതാണ് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. എനിക്കറിയാം നല്ല ശതമാനം നിബിദാസന്മാർ, ദൈവമക്കൾ ഈ വാക്കിനോട് വളരെ തുറവാണ്, വളരെ വ്യക്തമായി അവർക്കറിയാവുന്ന കാര്യമാണ്. ദേഹം, ദേഹി, ആത്മാവ്. 1 തെസ്സലോനിക്കൻസ് 5-ാമത്തെ അധ്യായം 25, 26, 27 വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇതിൻ്റെ ആശയം കാണാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ആത്മാവും 3ഉം സാങ്ക്ടിഫൈ ആകട്ടെ, വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 3 ഭാഗത്തെയും വിശുദ്ധീകരണം വേണം. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ ചിന്ത എന്താണ്? മനുഷ്യൻ്റെ അകത്ത് 3 ഘടകമുള്ളൂ, അതായത് ദേഹം, ദേഹി, ആത്മാവ്. ബൈബിൾ അങ്ങനെ പറയുന്നത്. പക്ഷേ ബൈബിൾ അങ്ങനെ മാത്രമാണോ പറയുന്നത്? നമ്മൾ യേശു കർത്താവിനെ ഭാഷയിൽ കേട്ട് കഴിഞ്ഞാൽ യേശു ഇങ്ങനെ പറയും, നിങ്ങളുടെ ദേഹത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടാൻ വേണ്ടി പാടില്ല, നിങ്ങളുടെ ആത്മാവിനെയും ദേഹത്തെയും ഒരുപോലെ നരകത്തിന് തീയിലിട്ട് നശിപ്പിപ്പാൻ കഴിവുള്ളവനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? യേശുവിടെ 2 കാര്യം പറഞ്ഞോടെ. എന്ത്? ഒന്ന് ദേഹവും 2 ആത്മാവും. അപ്പോൾ ആ വാക്യത്തിന്റെ ബേസിൽ മനുഷ്യന് 2 ഭാഗമേ ഉള്ളൂ? അല്ല. പിന്നെ പറഞ്ഞ ബൈബിൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളെയും വീക്ഷിച്ചിട്ട് വേണം ഈഗിൾ പെർസ്പെക്റ്റീവ്. എന്താ ഈഗിൾ പെർസ്പെക്റ്റീവ്? മുകളിൽ നിന്ന് പറക്കുന്ന ഈഗിൾ, കഴുകൻ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ബ്രോഡർ ലെവലിൽ തനിക്ക് കാണാൻ പറ്റും. പക്ഷെ മനുഷ്യനായ ഞാൻ കണ്ടുകൊണ്ട് നേരെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ബൈക്കിലെ കാര്യം, അപ്പുറത്തെ കാര്യം, ഇപ്പുറത്തെ കാര്യം ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വാക്യം വായിച്ചിട്ട് ആ വാക്യത്തിൻ്റെ ബേസിൽ നമുക്ക് ആശയം ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താ അറിയാമോ? കാഴ്ച നമ്മുടെ ക്ലാരിറ്റിയോടുകൂടെ നമുക്കൊരു സന്ദേശം നമുക്ക് മനസ്സിലാക്കാനോ നമുക്ക് പറഞ്ഞു കൊടുക്കാനോ ഫലിപ്പിക്കാനോ പ്രയാസമുണ്ടാകും. സോ അതുകൊണ്ട് നമ്മൾ എല്ലാ വാക്യങ്ങളെയും മൊത്തമായി ഒന്ന് പരിശോധിക്കുന്നത് വളരെ ആവശ്യമാണ്. അപ്പം അങ്ങനെ പരിശോധിച്ച് വരുമ്പോഴത്തേക്ക് ഹീബ്രു കോൺസെപ്റ്റിൽ ഉണ്ടായിരുന്ന ആ കാര്യം തന്നെയാണ് ബൈബിൾ വളരെ കൃത്യമായി പറഞ്ഞു വരുന്നത്. അപ്പം അതുകൊണ്ട് അതേ കോൺസെപ്റ്റ് എടുക്കുകയാണ്. എന്താണ്? വേറൊരു വാക്യം കൂടെ നിങ്ങൾ കൺഫ്യൂസ് ആകണ്ടല്ലോ. യേശുവിനോട് ഒരാൾ ചോദിച്ചു, ഗുരു ഏറ്റവും വലിയ കൽപ്പന എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറയുകയാണ്, ഏറ്റവും വലിയ കൽപ്പന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ നിന്റെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ സുവിശേഷങ്ങൾക്കകത്ത് ചിലയിടത്ത് 4 കാര്യങ്ങളെ പറഞ്ഞുണ്ട്: മനസ്സ്, ആത്മാവ്, പ്രാണൻ, ശക്തി. അപ്പോൾ ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് 4 ഭാഗങ്ങളുണ്ടോ? അപ്പോൾ ഒരിടത്ത് 3 പറഞ്ഞു, ഒരിടത്ത് 2 കാണുന്നു, ഇവിടെ 4 കാണുന്നുണ്ട്. ഇനി ഇത് വിട്ടേച്ച് നമ്മൾ ഇനിയും എബ്രായലേഖനം 4-ാമത്തെ അധ്യായം 12-ാം വാക്യം പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പറയുക, സന്ധി മജ്ജകളെ തുളച്ചു കയറിയിട്ട് പ്രാണനെയും ആത്മാവിനെയും വേർപിരിപ്പിച്ച്, അടുത്ത ഭാഗം പറയുക, ഉൾഫുകളെയും നിലവുകളെയും ആരാഞ്ഞറിയുന്നവൻ. അപ്പോൾ എത്രയായി? അപ്പോൾ ഇങ്ങനെയൊക്കെ എണ്ണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പ്രശ്നമായി പോകും. ഇപ്പോൾ ബൈബിൾ ഒരു ആശയം പറയുമ്പോഴത്തേക്ക് അന്നത്തെ സാധാരണ ജനങ്ങൾക്ക് ഉപയോഗത്തിൽ ഉണ്ടായിരുന്ന ആശയങ്ങളെയാണ് അവർ പറഞ്ഞ് വെച്ചത്. സോ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ പഠിക്കുമ്പോൾ കൺഫ്യൂസ് ആകരുത്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യനകത്ത് തൊലിയുണ്ട്, മാംസമുണ്ട്, ഞരമുണ്ട്,
എല്ലുണ്ട്, മജ്ജയുണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം കണക്കെടുത്ത് കഴിഞ്ഞാൽ മനുഷ്യനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1,900 ഡിവൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സോ അങ്ങനെ ഒന്നും പോകാതെ ബൈബിൾ നമുക്ക് തരുന്ന സാധാരണ ഭാഷയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്താണ് ആ കാര്യങ്ങൾ? ആ കാര്യങ്ങളാണ് കഴിഞ്ഞ 3 ദിവസം ഞാൻ പഠിപ്പിച്ചത്. അപ്പം അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ആ പാർട്ടാണ് നെഫേഷ് എന്ന് പറഞ്ഞ പാട്ട്. എന്താ നെഫേഷ് എന്ന് പറഞ്ഞ പാട്ട്? ഇത് ആക്ച്വലി ശരീരത്തിൽ കൂടെ വെളിപ്പെടുന്ന ഒരു മേഖലയാണ്. ശരീരമുണ്ടെങ്കിൽ വെളിപ്പെടുത്തുള്ളൂ, ശരീരമില്ലെങ്കിൽ ഈ സംഭവത്തിന് വെളിപ്പെടാൻ വേണ്ടി പ്രയാസമാണ്. കാരണം ഈ സംഭവം നിൽക്കുന്നത് ഏറ്റവും അടുത്ത് മനുഷ്യന്റെ ശരീരത്തോടാണ്. എങ്ങനെ? ഉൽപ്പത്തി പുസ്തകം നമ്മൾ 2-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ പറയുക, ദൈവം പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, തൻ്റെ മൂക്കിൽ ജീവശ്വാസം നഷ്മ ഊതി. അപ്പൊ എന്താ ദൈവം ഊതിയത്? ദൈവം ഊതിയ നഷ്മയാ കർത്താവ് ഊതിയത്. അപ്പൊ ഊതിയതിന് ശേഷം അടുത്ത ഭാഗം പറയുക, മനുഷ്യൻ ജീവിക്കുന്ന ദേഹിയായി മാറി. ലിവിങ് സോൾ, ഹി ബിക്കേം ലിവിങ് സോൾ എന്ന് പറയുകയാണ്. അപ്പൊ ഈ സോൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ അതിന്റെ അർത്ഥം? സോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ദേഹി എന്നാണ്. അപ്പൊ ജീവിക്കുന്ന ദേഹി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും? നമ്മളെ ആ കോൺസെപ്റ്റിൽ ദേഹം, ദേഹി, ആത്മാവ്. അപ്പൊ ദേഹം വേറെ, ദേഹി വേറെ, ആത്മാ വേറെ എന്ന് പറഞ്ഞ പ്രശ്നം അല്ലേ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ മനുഷ്യനെ ഒരു സോളായിട്ട് അങ്ങ് പറയുകയാണ്. മൊത്തത്തിൽ അങ്ങ് സോളായി പറയുകയാണ്. ചിലയിടങ്ങളിൽ ചില ആൾക്കാർ കൊല്ലപ്പെടുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഹൗ മച്ച് സോൾ ഡൈഡ്. കണക്ക് പറയാറുണ്ട്, 2000 സോള് മരിച്ചു, അല്ലെങ്കിൽ 200 സോള് മരിച്ചു. അപ്പൊ സോള്, ദേഹി മരിച്ചു എന്നാണ്. അപ്പൊ ഈ ദേഹിയുടെ അർത്ഥം അതിനകത്ത് എല്ലാം ഉൾപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട് ബൈബിളിനകത്ത്. ഇതെല്ലാം നന്നായി അറിഞ്ഞില്ലെങ്കിൽ വായിക്കുന്നയാൾക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കൺഫ്യൂഷൻ വേണ്ടിയല്ല ദൈവം ഇങ്ങനെ എഴുതിയത്. ഇതൊരു പസൽ പോലെയാണ്. പസൽ അറിയാവുന്ന കുട്ടികൾക്ക് നമ്മൾ ബ്രെയിൻ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ മേടിച്ചു കൊടുക്കും. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറയും, ആ നല്ല ഐക്യം ഉണ്ടെന്ന് പറയും അല്ലേ? അപ്പൊ അതുപോലെ തന്നെ തമ്പുരാൻ നമ്മെ വളർത്താൻ വേണ്ടി എഴുതിയ പരിപാടി ഇതൊക്കെ. അപ്പം നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കൺഫ്യൂസ് ആകാൻ വേണ്ടിയല്ല, നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ്, നമ്മൾ തികഞ്ഞവരാകാൻ വേണ്ടിയാണ്. പിള്ളേർക്ക് വേണ്ടിയുള്ള കുഞ്ഞുകളിയുള്ള പരിപാടി ദൈവം നമുക്ക് നൽകിയിട്ടില്ല. ദൈവം നമുക്ക് നൽകിയത് നമ്മെ ഉഷാറാക്കാനും അന്വേഷണ മനോഭാവമുള്ള വ്യക്തിയാക്കി മാറ്റാനും റീസണിങ് കപ്പാസിറ്റി ഉള്ള ഈ സ്പിരിച്വൽ ഐക്യമുള്ള ആൾക്കാരെ ഡെവലപ്പായി വരാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല വൈരുദ്ധ്യങ്ങൾ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ വൈരുദ്ധ്യം അല്ലെങ്കിൽ ആശയത്തിൽ പ്രയാസമുള്ള കാര്യം കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ, കാണുമ്പോൾ നമ്മൾ ഭീതിപ്പെടാൻ പാടില്ല, കൺഫ്യൂസ് ആകാൻ പാടില്ല. ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ചാൽ മാത്രം മതി നന്നായി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഇടയായി തീരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നെഫേഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസെപ്റ്റിൽ കിടക്കുന്ന ആശയമില്ല ദേഹി. ആ ദേഹി എന്നുള്ള ഭാഗത്തെ നിങ്ങൾ ഇങ്ങ് എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. തൻ്റെ എക്സ്പ്രഷൻ ആകാം, തൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആകാം. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിശപ്പ് എനിക്ക് വന്നു. അപ്പൊ വിശപ്പ് എന്താണ്? മരിച്ചയാൾക്ക് വിശപ്പുണ്ടോ? ഇല്ല. ദാഹമുണ്ടോ? ഇല്ല. സ്നേഹിക്കപ്പെടാൻ വേണ്ടിയുള്ള ഇൻസ്റ്റിങ്ക്റ്റ്, സ്നേഹിക്കാൻ വേണ്ടിയുള്ള ഇൻസ്റ്റിങ്ക്റ്റ്. ഒരു നല്ല ഒരു കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് സ്നേഹം നമുക്ക് തുളുമ്പി വരും. ചിലപ്പോൾ പുള്ളി കടിക്കാൻ വേണ്ടി മനസ്സ് വരും. അപ്പോൾ അതൊക്കെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ആ ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നത് മൊത്തം നമ്മുടെ നെഫേഷിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഭർത്താവ് എന്തുകൊണ്ട് ഭാര്യയെ മാത്രം സ്നേഹിക്കുന്നു? അയലത്തുള്ള പെണ്ണുങ്ങൾ എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല? എന്താ കാര്യം? ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. സ്വാർത്ഥത എന്നുള്ള ഭാവത്തിൽ നമ്മുടെ മനസ്സിനകത്ത് പതിഞ്ഞൊരു സിഗ്നേച്ചറാണ്. ആ സിഗ്നേച്ചർ ഒരു ബൗണ്ടറിയാണ്. ആ ബൗണ്ടറി നമ്മെ സംരക്ഷിക്കുന്നു, മറ്റുള്ളവരെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കിടക്കുന്നത് നെഫേഷിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. എന്തുകൊണ്ട് അപ്പൻ തൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രം സ്കൂളിൽ നിന്ന് ഫീസ് അടയ്ക്കുന്നു, അയലത്തുള്ള പിള്ളേർക്ക് ഫീസ് അടയ്ക്കാത്ത കാരണം എന്താണ്? എന്തുകൊണ്ട് ഈ പുള്ളിക്ക് ബാക്കിയുള്ള പിള്ളേർക്ക് തൻ്റെ മക്കളെ പോലെ സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നത്? അതെല്ലാം കിടക്കുന്നത് എവിടെ അറിയാമോ? നെഫേഷിന്റെ ഇൻസ്റ്റിങ്ക്റ്റിനകത്താണ്. ഈ ഇൻസ്റ്റിങ്ക്റ്റ് ദൈവം മനഃപൂർവ്വമായി മനുഷ്യന് കൊടുത്തതാ. ഇല്ലായിരുന്നുവെങ്കിൽ ആകെപ്പാട് പ്രശ്നമായി പോയനെ. അപ്പൊ ദൈവം നമ്മെ നന്നാക്കി നടത്താൻ വേണ്ടി നമ്മുടെ അകത്ത് നൽകിയിരിക്കുന്ന ഒരു ഭൂമി സംബന്ധമായ സോഷ്യൽ നേച്ചറുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്
നെഫേഷ് എന്ന് പറഞ്ഞ ആ സംഭവം. നെഫേഷ്, ഹീബ്രുവിലാണല്ലോ നെഫേഷ്. എല്ലാവരും കൂടെ വാ തുറന്ന് പറഞ്ഞേ നെഫേഷ്. നെഫേഷ് എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമി സംബന്ധമായ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ ഈ ഇൻസ്റ്റിങ്ക്റ്റിനെ പലപ്പോഴും മൃഗത്തിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റുമായിട്ട് ബൈബിൾ തുലനം ചെയ്യാറുണ്ട്. പന്നികളുടെ മുൻപാകെ നിങ്ങൾ മുത്തുകൾ ഇടരുത്. ചില സമയത്ത് കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറവകൾക്ക് കൂടുണ്ട്, പിന്നെ കുറുക്കന്മാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളുണ്ട്, പക്ഷെ മനുഷ്യപുത്രന് ശിരസ് വെക്കാൻ വേണ്ടി സ്ഥലമില്ല. അപ്പോൾ അവിടെ കുറുക്കനും പറവകളും എന്നുള്ള വാക്ക് യേശു ഉപയോഗിച്ചു. ഇതെല്ലാം അക്ഷരികമായ കുറുക്കനും പറവയൊന്നും അല്ല. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിനകത്ത് കുടിമാറുന്ന അല്ലെങ്കിൽ വാഴുന്ന ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റുകളാണ്. അപ്പൊ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിനെ അകത്ത് വാഴിപ്പിക്കുന്ന വ്യക്തിക്ക് യേശു കർത്താവിനെ എങ്ങനെ അവിടെ വാഴിപ്പിക്കാൻ വേണ്ടി കഴിയും? യേശു അതാ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നെഫേഷിനകത്ത് ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, മൃഗത്തിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ഈ മൃഗത്തിന്റെ ഇൻസ്റ്റിങ്ക്റ്റിനകത്ത് ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇല്ല. നെഫേഷിനകത്ത് ഇൻസ്റ്റിങ്ക്റ്റ് മാത്രമേ ഉള്ളൂ. എന്താണ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി? എന്താണ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ റീസണിങ് ആണ്. എങ്ങനെ റീസണിങ്? ആൻഡ്രിയോസ് എല്ലാവരും കൂടെ കൂടിയിട്ട് പറയുകയാണ്, കർത്താവെ ആള് കൂടുതലാണ്, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാശ് കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും തികഞ്ഞു വരത്തില്ല, അതുകൊണ്ട് ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടുവരും കർത്താവെ. അതെന്താ അറിയാമോ? അത് നെഫേഷിന് ഇൻസ്റ്റിങ്ക്റ്റ് അല്ല, അത് സ്പിരിറ്റിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. സ്പിരിറ്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോൾ ഈ മൃഗങ്ങൾ എന്തുകൊണ്ടാണ് കൊട്ടാരമുണ്ടാക്കി താമസിക്കാത്തത്? മൃഗങ്ങൾ എന്തുകൊണ്ടാണ് ആറ്റംബം ഉണ്ടാക്കാത്തത്? മൃഗങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളെ പോലെ ഭാഷ ഡെവലപ്പാക്കിയിട്ട് ഭാഷയിൽ സംസാരിക്കാത്തത്? അത് നോക്ക്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലാതെ ഇന്റലക്ച്വലി റീസണിങ് കപ്പാസിറ്റി മനുഷ്യന്റെ അകത്ത് ദൈവം കൊടുത്തതുപോലെ അവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പൊ സ്പിരിറ്റിന്റെ ഫുൾ ഫ്ലഡ്ജ് കപ്പാസിറ്റി മൃഗങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ അതിനേക്കാളും മീതെ കിടക്കുന്നത്. അതിന് റീസൺ അവയെക്കാളും ഡെവലപ്ഡ്, അവയെക്കാളും ദൈവത്തോട് അടുത്ത് നിൽക്കാനും ദൈവിക കാര്യത്തെ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള കപ്പാസിറ്റിയോട് കൂടെയാണ് കർത്താവ് മനുഷ്യന് സ്പിരിറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ സ്പിരിറ്റിനെയാണ് ഹീബ്രുവിൽ പറയുന്നത് റൂഹ. എന്ത് പറയാറുണ്ട്? റൂഹ. റൂഹ റൂഹ എന്ന് പറയുമ്പോൾ എന്താ ഇതിന്റെ അർത്ഥം? കാറ്റെന്നാണ്. ആദിയിൽ ആകാശവും ഭൂമിയും ദൈവം ഉണ്ടാക്കി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായി ഇരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ഹോവറിങ്. അപ്പം ആത്മാവ് എന്ത് ചെയ്യുകയായിരുന്നു? പരിവർത്തിക്കുകയായിരുന്നു. എന്താ ഇതിന്റെ പരിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ? കാറ്റ് അടിച്ചിങ്ങനെ പരിവർത്തിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുകയായിരുന്നു, കാറ്റിനെ പോലെ. നിക്കോദേമസോട് യേശു പറയുക, നിക്കോദേമസേ, കാറ്റ് എവിടെ നിന്ന് വന്ന് എങ്ങോട്ട് പോകുന്നു ആർക്കും അറിയാൻ പറ്റത്തില്ല. അതുപോലെയാണ് പരിശുദ്ധാത്മാവിൽ ജനിച്ച വ്യക്തിയും. അപ്പൊ കാറ്റ് എങ്ങോട്ട് പോകുന്നു അറിയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ, ആ സ്പിരിറ്റിനെ ബ്രെത്തായിട്ട് അല്ലെങ്കിൽ ഒരു കാറ്റായിട്ട് ബൈബിൾ തുലനം ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവിങ് ബ്രെത്ത് എന്നാണ്, മൂവിങ് വിൻഡ് എന്നാണ്. അപ്പോൾ ഇത് നടുക്കിൽ നിൽക്കുകയാണ് എന്ത്? സ്പിരിറ്റ്. നെഫേഷ്, റൂഹ, അതിന് മുകളിലാണ് നഷ്മ എന്ന പറഞ്ഞ സംഭവം. ഈ നഷ്മ ആൻഡ് റൂഹ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതിന് കാരണം പറയാം. പുതിയ നിയമത്തിനകത്ത് ഒറ്റ വേർഡേ ഒരു 2 വാക്കിന് സ്പിരിറ്റ് എന്ന വാക്കേ ഉള്ളൂ. എന്നാൽ KJV നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലയിടത്ത് ക്യാപിറ്റൽ സ്പിരിറ്റ് എന്ന വാക്കുണ്ട്, ക്യാപിറ്റൽ എസ് എന്നുണ്ട്. ചിലയിടത്ത് സ്മോൾ ലെറ്റർ ആൻഡ് എസ് ഉണ്ട്. അത് വരാൻ വേണ്ടിയുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് മനുഷ്യന്റെ ആത്മാവാണ്. ക്യാപിറ്റൽ ലെറ്റർ ഉള്ള സംഭവം അത് മനുഷ്യന്റെ ആത്മാവല്ല, അത് വേറെന്തോ സംഭവമാണെന്നാണ്. ഏത് സംഭവമാണ്? നഷ്മ എന്ന സംഭവമാണ്. അപ്പം മനുഷ്യന്റെ അകത്ത് ദൈവം തൻ്റെതായ ഒരു സംഭവത്തെ ഊതി. ആ ഊതിയതിൻ്റെ പേരാണ് നഷ്മ. ഇപ്പൊ മനുഷ്യന്റെ അകത്ത്
അസാധാരണമായ ഒരു സംഭവമുണ്ട്. അതെന്താ? ദൈവത്തിനകത്ത് എന്തുണ്ടോ ആ കപ്പാസിറ്റിയോടുകൂടെ, ആ അധികാരത്തോടുകൂടെ, ആ ക്രിയേഷൻ പ്രൊഡക്ടിവിറ്റിയോടുകൂടെ ദൈവം മനുഷ്യന്റെ അകത്ത് അയച്ച ഒരു സംഭവമാണ് നഷ്മ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ മനുഷ്യന്റെ അകത്ത് 3 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്നാമത്തേത് ഭൂമി സംബന്ധമായ ഇൻസ്റ്റിങ്റ്റുകൾ, മൃഗങ്ങളുടെ ഇൻസ്റ്റിങ്റ്റ് ആണത്. രണ്ടാമത്തെന്ന് പറഞ്ഞ ഇന്റലക്ച്വലി കാര്യങ്ങളെ വീക്ഷിക്കാനും മനസ്സിലാക്കിയെടുക്കാനും റീസൺ കപ്പാസിറ്റി, കണക്ക് കൂട്ടിയെടുക്കുന്ന സംഭവങ്ങളൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ, അവിടെ ആള് പോയി, എന്തുകൊണ്ട് അങ്ങോട്ട് പോയി പുള്ളി എന്തുകൊണ്ട് ഇങ്ങോട്ട് പോയില്ല, റീസണിങ് ചിന്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് എവിടെയാണ്? മനുഷ്യന്റെ ആത്മാവിലാണ്. മനുഷ്യന്റെ ആത്മാവ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കണേ, നമ്മളെല്ലാവരും കൂടെ ഈ സംഭവം പഠിക്കുമ്പോൾ മലയാളത്തിൽ നമ്മളെ പഠിപ്പിച്ച ദേഹം, ദേഹി, ആത്മാവ്. ചില ദിവസം ഇങ്ങനെ പറയാറുണ്ട്, പ്രശ്നമുണ്ടാകുന്ന ശരീരത്തിലും ദേഹിയിലുമാണ്, എന്നാൽ ആത്മാവിന് ഒരു കുഴപ്പവുമില്ല. എന്താ കാര്യം? ദൈവം തന്നെ ഉണ്ടാക്കി വിടുന്നതല്ലേ. അപ്പോൾ എങ്ങനെ ആത്മാവിന് കുഴപ്പമാകുന്നത്? അവരിങ്ങനെ പറയാറുണ്ട്, മൃഗത്തിനകത്ത് ശരീരമുണ്ട്, ദേഹിയുണ്ട്, പക്ഷെ ആത്മാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് വലിയ സംഭവമാണ്. ആത്മാവ് പാപം ചെയ്യത്തില്ല. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആത്മാവ് വീണ്ടും ജനിക്കുക. അപ്പോൾ വിശ്വസിക്കാത്ത ഒരാളെ അകത്ത് ആത്മാവില്ല, എന്നാൽ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവ് ഉണ്ടായി. ഇങ്ങനെ പറഞ്ഞ പ്രശ്നമാ. എന്താ കാര്യം? യാക്കോബ് പറയുകയാ, ആത്മാവില്ലാതിരിക്കുമ്പോൾ ശരീരം നിർജീവം അത്രേ. അങ്ങനെയാണെങ്കിൽ വിശ്വാസം ഒരു വ്യക്തിക്ക് ഇല്ല എങ്കിൽ അവന്റെ ജീവിതം, അവന്റെ വിശ്വാസം മൊത്തം പ്രവൃത്തിയില്ല എങ്കിൽ നിർജീവമാണെന്ന് പറഞ്ഞേ. അപ്പോൾ ശ്രദ്ധിക്കണേ, പ്രവൃത്തിയില്ലെങ്കിൽ വിശ്വാസം നിർജീവം, ആത്മാവില്ലെങ്കിൽ ശരീരം നിർജീവം. അപ്പോൾ അവിശ്വാസികൾക്ക് ജീവനുണ്ടോ ഇല്ലയോ? അയ്യോ, അവർ ജീവിക്കുക, നടക്കുക, റീസണിങ് കപ്പാസിറ്റി ചെയ്യുക. അപ്പൊ അവർക്ക് ആത്മാവുണ്ട്. അതുകൊണ്ടാണ് 2 കൊറിന്ത്യൻസ് 7-ാമത്തെ അധ്യായം 1-ാം വാക്യം പറഞ്ഞത്. എന്ത് പറയുക? നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ആത്മാവിൻ്റെയും കൺവശങ്ങളെ, ഫിൽഡിനെസ്, സ്റ്റെയിൻസ്, അതിനെ നിങ്ങൾ ശുദ്ധീകരിക്കണം, ദൂരീകരിക്കണം. അപ്പോൾ പ്രശ്നമുള്ളത് ശരീരത്തിന് മാത്രമല്ല, പ്രശ്നമുള്ളത് ആത്മാവിനും കൂടെയാണ്. ആത്മാവിനും കൂടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് തെസ്സലോനിക്കൻസ് 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 27-ാം വാക്യം പറയുക, നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ആത്മാവും ശുദ്ധീകരിക്കപ്പെടട്ടെ, സാങ്ക്ടിഫൈ ആകട്ടെ. അപ്പോൾ പ്രശ്നം ശരീരത്തിന് മാത്രമല്ല, ദേഹിക്ക് മാത്രമല്ല, മനുഷ്യന്റെ ആത്മാവിനുമുണ്ട്. രക്ഷ വേണ്ടത് മനുഷ്യനെ ദേഹിക്കും ബോഡിക്കും മാത്രമല്ല, രക്ഷ വേണ്ടത് മനുഷ്യന്റെ ആത്മാവിനും കൂടെയാണ്. അപ്പോൾ ഈ 3 ഭാഗം ഒരുപോലെ പാപത്തിന്റെ അടിമയിലാണ്, പാപത്തിന്റെ കറ പരണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉടുപ്പിൽ കറയും അഴുക്കും പിറളുന്നത് പോലെ തന്നെ പ്രാക്ടിക്കൽ ലൈഫില് ഈ 3-ലും, ദേഹത്തിലും ദേഹിയിലും മനുഷ്യന്റെ സ്പിരിറ്റിലും കറകൾ പിറളാറുണ്ട്. ദൈവം അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി വഴിയൊരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ 3-ൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഭവമുണ്ട്. അത് ഭാഷാ പ്രശ്നം കൊണ്ട്, തർജിമയുടെ പിഴകൾ കൊണ്ട് നമ്മുടെ കയ്യിൽ എത്തിയില്ല. ആ സംഭവം എന്താണ്? അതാണ് നഷ്മ. നഷ്മ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ അകത്ത് ദൈവം ഊതിക്കൊടുത്ത ദൈവത്തിന്റെ അംശമാണ്. ആ അംശം പാപം ചെയ്യുകയില്ല. ആ അംശത്തിന് ശുദ്ധീകരണം ആവശ്യമില്ല. അത് പെർഫെക്റ്റ്ലി ദൈവത്തിന്റെ വെളിച്ചമാണ്. അതുകൊണ്ടാണ് സദൃശ്യവാക്യം 20-27 വാക്യം പറഞ്ഞത്. എന്ത് പറയുന്നു? മനുഷ്യന്റെ ആത്മാവ്, അവിടെ പ്രശ്നം പറ്റി. മലയാളത്തിൽ വാക്കിൽ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, പക്ഷെ ഹിബ്രുവിൽ വായിച്ചു കഴിഞ്ഞാൽ നഷ്മ എന്ന വാക്കാണ്. മനുഷ്യന്റെ നഷ്മ ദൈവത്തിന്റെ ദീപമാണ്, ദൈവത്തിന്റെ വെളിച്ചമാണെന്ന് പറയുക. അപ്പൊ വെളിച്ചത്തിനകത്ത് ഇരുളുണ്ടോ? ഇല്ല. അപ്പൊ നഷ്മ എന്താണ്? നഷ്മ വെളിച്ചമാണ്. നഷ്മ ഇംഗ്ലീഷ് പറയുക, ദ സ്പിരിറ്റ് ഓഫ് മാൻ ഈസ് ദ കാൻഡിൽ ഓഫ് ലോർഡ്. യഹോവയുടെ കാൻഡിലാണ് എന്ത്? മനുഷ്യന്റെ അകത്ത് കിടക്കുന്ന നഷ്മ. അപ്പൊ ഈ നഷ്മ വേറെ, സ്പിരിറ്റ് വേറെ. മലയാളത്തിൽ തത്തുല്യമായ വാക്കില്ലാത്ത കൊണ്ട് രണ്ടിനും ആത്മാവാങ്ങ് പറഞ്ഞു പോയി. ഇതാ പ്രശ്നം. വായിക്കുന്നയാൾക്ക് ഹീബ്രു കോൺസെപ്റ്റ് അറിയത്തില്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി യാതൊരു നിവൃത്തിയിൽ എന്ത് ചെയ്യാൻ വേണ്ടിയാ? പിന്നെ നിവൃത്തി എങ്ങനെ ഉണ്ടാകും? യുവദാസന്മാർ ഈ വിഷയം കൃത്യമായി പഠിപ്പിച്ച് വിഭാഗനം ചെയ്തു കൊടുക്കുമ്പോഴാണ്
അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി വഴിയാകുന്നത്. സോ അതുകൊണ്ട് എനിക്കറിയാം നിങ്ങളൊരു പുതിയ സംഭവം ചിലപ്പോൾ ആയിരിക്കും പഠിക്കുന്നത്. നോ പ്രോബ്ലം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ടല്ലോ, മൊബൈൽ എടുത്തുകൊണ്ട് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്താൽ മതി നഷ്മ ആൻഡ് റൂഹ ഡിഫറൻസ് എന്താണെന്ന്. ചെറിയ തോതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. അപ്പൊ ഈ 3 കാര്യമുണ്ട് കേട്ടെ. അപ്പൊ ഈ 3 കാര്യത്തിൽ നെഫേഷ് എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ആ പ്രാകാരമില്ലേ, ആ പ്രാകാരത്തെ സൂചിപ്പിക്കുകയാണ്. എങ്ങനെ സൂചിപ്പിക്കുന്നു? പ്രാകാരത്തിൽ ബലി കർമ്മങ്ങൾ നടക്കുകയാണ്. അവിടെ മൊത്തം കിടക്കുന്ന മൃഗങ്ങളൊക്കെയല്ലേ, അപ്പോൾ മൃഗത്തെ യാഗം ചെയ്യുകയാണ്. അപ്പോൾ ഈ യാഗം നടത്തിയെങ്കിൽ മാത്രമേ പാപം മോചിപ്പിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ ശുദ്ധീകരണം ഉണ്ടായിട്ട് അടുത്ത ഒരു സ്ഥലമാണ് ഹോളി പ്ലേസ്. അവിടെ ആരാ ഉള്ളത്? പുരോഹിതന്മാർ. അപ്പോൾ മനുഷ്യനായ നമ്മുടെ അകത്തുള്ള നെഫേഷിൽ കിടക്കുന്ന ഇങ്ങനെ കുറെ മൃഗീയ സ്വഭാവമുണ്ട്. ഇതിനെ നമ്മൾ യാഗം കഴിക്കേണ്ടതാണ്. രാഗമോഹത്തോടുകൂടെ കുരിശിൽ തറയ്ക്കേണ്ടതാണ്. ഇതിനെ സാക്രിഫൈസ് ചെയ്യേണ്ടതാണ്. പൗലൂസിന്റെ ഭാഷയിൽ പറഞ്ഞ റോമർ 12:1 പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ കണ്ടോ, ശരീരങ്ങളെ എങ്ങനെ, അത് നമ്മുടെ ബോഡി അല്ല കേട്ടോ. ബോഡി എന്താ യാഗം ചെയ്യാൻ വേണ്ടിയാണ്? നമ്മുടെ കയ്യും കാലും ചെവിയും മൂക്കും ഒക്കെ നമ്മൾ കുത്തി കൊന്നു കഴിയാൻ നമ്മൾ തീർന്നു പോകും. അപ്പൊ നമ്മുടെ ഈ ശരീരത്തെ അല്ല പറഞ്ഞ് യാഗമാക്കാൻ വേണ്ടി. പിന്നെ എന്താണ്? നെഫേഷിനെ പറഞ്ഞത്. വാക്കില്ലാതെ പോയി. അതാ ഞാൻ പറഞ്ഞേ, വി ഡോണ്ട് ഹാവ് ദ ലാംഗ്വേജ്. നമുക്ക് ലാംഗ്വേജ് ഇല്ല, നമുക്ക് മലയാളത്തിൽ ആൻഡ് നമ്മുടെ ഇംഗ്ലീഷിൽ. പ്രശ്നം ഇതാ പറ്റിപ്പോയത്. അപ്പം നമ്മുടെ നെഫേഷിനെ യാഗമാക്കാൻ വേണ്ടിയാ പറഞ്ഞത്. നമ്മുടെ നെഫേഷിനെ യാഗമാക്കണം. അപ്പൊ നെഫേഷിനെ നമ്മൾ യാഗം ആക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അടുത്ത ഒരു വഴി ഓപ്പണാകാൻ വേണ്ടിയാണ്. ഏത് വഴി? പാവികളായ നമ്മൾ സുവിശേഷം കേട്ട് നമ്മുടെ മനസ്സിന്റെ അകത്ത് ഈ ഗോസ്പൽ തുളച്ചു കയറിയപ്പോഴത്തേക്ക് വചനത്തിന് ശക്തിയാൽ ഇരുവായ തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന് വചനം നമ്മുടെ അകത്ത് കയറി, തുളച്ചകത്ത് കയറി നമ്മളെ സാക്രിഫൈസ് ആകുവാൻ സഹായിക്കുകയാണ്. നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുവാൻ വേണ്ടി ഇടയാകുകയാണ്. അങ്ങനെ നമുക്ക് ഒരു യാഗമുണ്ടായി. നമ്മുടെ സെൽഫ് കൊല്ലപ്പെട്ടു. നമ്മുടെ അകത്തുള്ള തമ്പിയുടെ ഹൃദയം, പുസ്തകത്തിൽ തമ്പിയുടെ ഹൃദയം, പാമ്പ്, കുറുക്കൻ, ഇങ്ങനെ കുറെ സംഭവം ഉണ്ട്. ഇതൊക്കെ ആ പുള്ളിക്ക് ദൈവം എങ്ങനെ കൊടുത്തു പടം കരിയില്ല. തമ്പിയുടെ ഹൃദയം അത് നല്ല ഒരു സംഭവം കേട്ടോ. അതിനകത്ത് മൊത്തം കിടക്കുന്ന മൃഗമാ, പട്ടിയും പാമ്പും പൂച്ചയും ഇതൊക്കെ കിടക്കുക. അതാണ് നെഫേഷ്, ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് അതൊക്കെ. അപ്പോൾ ഈ സംഭവം അകത്ത് ഇങ്ങനെ കിടന്ന് പെരുകിയപ്പോൾ ഗോസ്പൽ വാൾ, ദൈവത്തിന്റെ വാൾ അകത്ത് കയറി വന്ന് ഒന്നൊന്നേ വചനം പറഞ്ഞില്ലേ, ചെറിയ കുറുക്കന്മാരെ പിടിച്ചോ. എന്തിനു വേണ്ടിയാണ്? മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാതിരിക്കുന്നത് വേണ്ടിയാണ്. അപ്പൊ ചെറു കുറുക്കന്മാർ, ഇതെല്ലാം ചെറിയ കുറുക്കന്മാരല്ല, നമ്മുടെ അകത്ത് നശിപ്പിക്കുന്ന, ദൈവസഭയെ മുടിക്കുന്ന ആ മെന്റാലിറ്റി ഉണ്ട്. അതിനെല്ലാം പിടിച്ച് അതിനെ കെട്ടിക്കോ, അതിനെ കൊന്നോ, അതിനെ അറുത്തോ, അതിനെ സാക്രിഫൈസ് ചെയ്യുക എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ നമ്മുടെ നെഫേഷില് നമ്മൾ യാഗം കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് രൂപാന്തരണം ഉണ്ടാകുന്നു. നമ്മൾ ദൈവത്തിന്റെ അടുത്തോട്ട് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ആരംഭിച്ച് കുട്ടപ്പനായി കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മളെ പുരോഹിതന്മാരാക്കി മാറ്റി. സ്തോത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. അല്ലേ, നമ്മളെ പുരോഹിതന്മാരാക്കി മാറ്റി. അപ്പോൾ പുരോഹിതന്മാരുടെ ശുശ്രൂഷ മേഖല എവിടെയാണ്? അത് ഹോളി പ്ലേസിനകത്താണ്. ഈ ഹോളി പ്ലേസിനെയാണ് എബ്രായർ 9:8 വാക്യം പറയുന്നത്, മുൻകൂടാരം നിൽക്കുന്ന കാലം വരെ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്യുകയാണ്? അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, പ്രാർത്ഥിക്കുകയാണ്. പല കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. അപ്പം കഴിക്കാൻ പറ്റും, വിളക്കുണ്ട് അവിടെ, മെനോറ എന്ന പേരാ ഹിബ്രുവില്. അതിന്റെ വിളക്ക്, അതിനെ വെളിച്ചം പ്രാപിക്കുന്നു. ഇതൊക്കെ നല്ല കാര്യങ്ങൾ ഇതൊക്കെ. എന്നാൽ പൗലോസ് പറയുക, ഇത് നിൽക്കുന്നിടത്തോളം കാലം വരെ അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പോൾ 2 പ്രധാനപ്പെട്ട കൂടാരത്തിന്റെ ഭാഗത്തെ പൗലോസ് സൂചിപ്പിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ, അറിയത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന്, പക്ഷെ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും. യോഹന്നാന്റെ ഗോസ്പലിനകത്ത് കാണുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായ ചില ആശയങ്ങൾ നമുക്ക് മത്തായിയും മർക്കോസിൽ കാണാൻ വേണ്ടി കഴിയും. എന്നൊരു ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിൽ തരുകയാണ്. നിങ്ങളുടെ ആത്മാവ് ഉള്ളവൻ അതിൽ നിന്ന് ചിന്തിക്കും കേട്ടെ. അതാ റീസണിങ് കപ്പാസിറ്റി. തിരശീല എപ്പോഴാ കീറിയത്? ആരെങ്കിലും പറയാമോ?
യേശു കർത്താവ് മരിക്കുന്നതിന് മുൻപാണോ യേശു കർത്താവ് മരിച്ചതിന് ശേഷമാണോ? വേഗം പറഞ്ഞാട്ടെ. ആരെങ്കിലും കൈ ഉയർത്തി, പെട്ടെന്ന് കൈ ഉയർത്തിക്കാട്ടെ. എങ്ങനെ ഉയർത്താൻ വേണ്ടി? ആകെപ്പാടെ 4-5 പേരെ ഉള്ളൂ, ബാക്കി എല്ലാം ഇരുട്ടാ, ഒന്നും കാണുന്നില്ല. അപ്പൊ ഇനി കൈ ഉയർത്തിയ പോലും എനിക്കൊരു നിർവാഹമില്ല കാണാൻ വേണ്ടി. ആര് പറയും? ആരെങ്കിലും പറയുമോ? പറയാമോ ആരെങ്കിലും? തിരശ്ശീല കീറി എപ്പോഴാണ്? തിരശ്ശീല കീറി യേശു കർത്താവ് പ്രാണനെ വിട്ടതിന് ശേഷമാണോ അതിന് മുമ്പാണോ? പ്രാണനെ വിട്ടതിന് ശേഷം. പ്രാണനെ വിട്ടതിന് ശേഷമാണ്. അതാര് പറഞ്ഞു? അതാരാ പറഞ്ഞ്? യോഹന്നാനാ പറഞ്ഞേ. ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ എല്ലാവരും കൂടെ ബുദ്ധിമാന്മാരായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുകളിൽ ഇട്ട് തരുകയാണ്. നിങ്ങൾ വായിക്കണം. ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ വായിക്കണം കേട്ടെ. യോഹന്നാന്റെ അകത്ത് വായിക്കുമ്പോഴത്തേക്ക് അവിടെ യേശു പ്രാണനെ വിട്ടു, അർത്ഥമാക്കാൻ പറയുകയാണ് തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ കീറിപ്പോയി എന്ന് പറയുകയാണ്. അപ്പൊ അത് യോഹന്നാന്റെ അക്കൗണ്ട്സ് ആണ്. യോഹന്നാൻ പറഞ്ഞു വന്ന, യോഹന്നാൻ കണ്ട, യോഹന്നാൻ കേട്ട ഒരു കാഴ്ചയാകട്ടെ. ഇനി മത്തായി മർക്കോസ് വായിച്ചു. അവിടെ ഇങ്ങനെ പറയുകയാണ് യേശു കർത്താവ് പ്രാണനെ വിടുന്ന മുൻപെയാണ് ഈ തിരശ്ശീല കീറിയത്. അപ്പോൾ 2 കോൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് പ്രാണനെ വിടുന്ന മുൻപേ കീറി, രണ്ടാമത്തത് പ്രാണൻ വിട്ടതിന് ശേഷം കീറി. ഇത് ആക്ച്വലി ഹീബ്രു കോൺസെപ്റ്റിൽ ടാബർനക്കലിനെ പഠിക്കുമ്പോൾ 2 തിരശ്ശീലയുണ്ട് അതിൻ്റെ അകത്ത്. ഒന്നാമത്തെ തിരശ്ശീല കിടക്കുന്നത് ആക്ച്വലി ഹോളി പ്ലേസിനകത്താണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാകാരത്തിൽ നിന്ന് അകത്തോട്ട് കയറാൻ വേണ്ടി ഒരു തിരശ്ശീലയുണ്ട്. ഈ തിരശ്ശീലയാണ് യേശു പ്രാണൻ വിടുന്ന മുൻപേ കീറിയത്. എന്നാൽ യേശു പ്രാണനെ വിട്ടതിന് ശേഷം അകത്തുള്ള മോസ്റ്റ് ഹോളി പ്ലേസും ഹോളി പ്ലേസിനിടയ്ക്ക് കിടന്ന തിരശ്ശീലയാ കീറിയത്. അപ്പോൾ 2 തിരശ്ശീല കീറി. അത് വാസ്തവമായ കാര്യമാണ്. 2 കീറിയത്. കാരണം ഉള്ള തിരശ്ശീല എല്ലാം കീറണം. ഇത് കീറിയെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രവേശനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്കുള്ള പ്രശ്നം എന്താ അറിയാമോ? നെഫേസിൽ നിന്ന് സ്പിരിറ്റ് മണ്ഡലത്തിലോട്ട് പോയി ഇരുന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പ്രയാസമാണ്. എന്താ കാര്യം? ഈ തിരശ്ശീല അവിടെ കീറിയല്ലോ, പക്ഷെ നമ്മുടെ അകത്ത് കീറിയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ യഹൂദന്മാർ ന്യായപ്രമാണം വായിക്കുമ്പോൾ ഇപ്പോഴും ഒരു മൂടുപണം കടക്കുകയാണെന്ന്. കാണാൻ പറ്റുന്നില്ല അവർക്ക്. എന്താ കാര്യം? അത് കീറിട്ടില്ല, അത് മാറിയിട്ടില്ല. മാറിയെങ്കിൽ മാത്രമേ അവർക്കൊരു എൻട്രി അകത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നും പല ദൈവമക്കൾ നെഫേസിന്റെ അകത്ത് കടക്കുകയാണ്. എന്താണ്? സുവിശേഷം വന്നു. എന്താണ് സുവിശേഷം? പാപികളെ മാനസാന്തരപ്പെടുക, കുടുകൂട കത്തുന്ന നരകം ദേ വരാൻ വേണ്ടി പോകുകയാണ്. യേശു മടങ്ങി വരുന്നു രാജാവായിട്ട്. അവന്റെ വായിൽ നിന്ന് വാളിറങ്ങാൻ വേണ്ടി പോകുകയാണ്. ഓരോരുത്തരെ ന്യായം വിധിച്ചുകൊണ്ട് ദൈവത്തിന്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ ദൈവം നിങ്ങളെ കീറിക്കളയും. വിടുവിപ്പാൻ വേണ്ടി ആരും കാണത്തില്ല. നരകത്തെ തീയോ ഭയാനക തീയാണ്. അയ്യോ അങ്ങോട്ട് പോകല്ലേ. ഈ കാര്യം കേട്ടപ്പോൾ ആൾക്കാർ പേടിച്ചു പോയി, ഞെട്ടിപ്പോയി. അയ്യോ ദൈവമേ. നമ്മുടെ പൗലോസ് ഫീലിക്സിനോട് ഗോസ്പൽ പറഞ്ഞ പുള്ളി പേടിച്ച് ഓടിപ്പോയെന്ന വാക്യം പറഞ്ഞത്. പുള്ളി വിറച്ചോണ്ട് ഓടിപ്പോയെന്നാ പറഞ്ഞേ. ഇതെന്താ അറിയാമോ? ഇത് ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമ്മുടെ സ്നാവകം സ്ഥാനപ്പെടുത്തിയപ്പോഴത്തേക്ക് പുള്ളി പറയുക, നിങ്ങളോട് ആരാ പറഞ്ഞേ ഓടി രക്ഷപ്പെടാൻ വേണ്ടി? ഇൻസ്റ്റിങ്ക്റ്റ്, ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്, സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്. സുവിശേഷം കേൾക്കുമ്പോൾ ആദ്യം ഓപ്പൺ ആകുന്ന സംഗതി എന്താ അറിയാമോ? നെഫേഷ് ആണ്. രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തത്രപ്പാട് നോക്കും. നരകമോ? അയ്യോ എനിക്ക് പോകണ്ട അങ്ങോട്ട്. ഇപ്പോൾ ഈ ആള് രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തതിന് കാരണം എന്താ അറിയാമോ? നരകമാണ്. എനിക്ക് നരകം വേണ്ട ദൈവമേ. പിന്നെ സാമ്പത്തികമില്ലായ്മയായിരിക്കാം. കർത്താവിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടാൻ വേണ്ടി പോകുക. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്, നെഫേഷാണ്. രാവിലെ പ്രാർത്ഥിക്കുന്നു, 2 ദിവസം പ്രാർത്ഥന മുടങ്ങിപ്പോയി. എന്റെ കർത്താവേ, ശാപം വല്ലതും തലക്കകത്ത് വീഴുമോ? ആ പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി അറിയാമോ? വീടിനകത്ത് അങ്ങോട്ടാകാൻ വേണ്ടിയാ, അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയാണ്. നമ്മുടെ യോബില്ലേ, മക്കൾ വല്ലതും പാപം ചെയ്ത് പേടിച്ചുകൊണ്ട് പുള്ളി എല്ലാ പ്രാവശ്യവും യാഗം നടത്തുമായിരുന്നു. പേടിയാണ് പുള്ളിക്ക്. ഇൻസ്റ്റിങ്ക്റ്റ് ഇങ്ങനെ അകത്ത് കിടന്ന് അടിക്കുക. ഇന്നും നമ്മുടെ പല സഹോദരങ്ങൾ ദൈവമക്കളൊക്കെ പ്രാർത്ഥിക്കുന്ന പിന്നിലെ കാരണം എന്താ അറിയാമോ?
ഒരുപക്ഷെ കർത്താവേ എനിക്ക് വിസ വേണം, കർത്താവേ എനിക്ക് ഇന്നത്തെ അപ്പം കഴിക്കണം, എനിക്ക് ഒരു വീട് വേണം, എനിക്കൊരു വണ്ടി വേണം. ഭൂമിയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുക. ഇത് ഇരിക്കുന്ന എവിടെ അറിയാമോ? നെഫേഷിന്റെ അകത്തിരിക്കുകയാണ്. നെഫേഷിന്റെ മണ്ഡലമായി മണ്ഡലം. അപ്പോൾ അതെനിക്ക് വേണം. അവിടുന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നില്ല. ഉണ്ടാകാത്ത കാര്യം എന്താണ്? നമ്മുടെ അകത്ത് കിടക്കുന്ന തിരശ്ശീലയാണ്. ഈ മുമ്പോട്ട് വിടാതെ നമ്മളെ പിടിച്ച് തിരശ്ശീല ഇത് കീറിയെങ്കിൽ മാത്രമേ നമുക്കകത്ത് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. എന്താ അത്? അതാണ് ശുദ്ധീകരണം. എന്താണ് ശുദ്ധീകരണം? വായെടുത്ത് പറഞ്ഞാട്ടെ, തുറന്ന് പറഞ്ഞാട്ടെ, ശുദ്ധീകരണം. എന്താണ്? സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷൻ. ദൈവത്തിന്റെ കരം നമ്മുടെ മീതെ ഇറങ്ങി വരികയാണ്. നമ്മുടെ അകത്ത് കിടക്കുന്ന ഇൻസ്റ്റിങ്ക്റ്റിനെ ദൈവനാമത്തിന് വേണ്ടി രൂപാന്തരപ്പെടുത്തി നമ്മെ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം തരുന്ന ആ ഗ്രേസ് ആണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ. അനേക വ്യക്തികൾ നെഫേഷിനകത്ത് പെട്ട് കിടക്കുകയാണ്. സമയം അതിവേഗത്തിൽ അങ്ങ് ഓടിപ്പോവുകയാണ്. ഇന്ന് ഈ വിഷയത്തെ പൂർത്തീകരിച്ച് പറ്റുള്ളൂ. കാര്യം അടുത്ത ക്ലാസ്സിൽ എനിക്ക് മിസ്റ്റിക് വേയെ കുറിച്ച് പറഞ്ഞു തരേണ്ടതാണ്. നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ നിങ്ങൾക്ക് ഒരു മിസ്റ്റിക് ആക്കി മാറ്റാൻ കഴിയും, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടെ ഈ മോസ്റ്റ് ഹോളി പ്ലേസിനകത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്താ അറിയോ? തൻ്റെ ആഗ്രഹം എന്താ? തൻ്റെ ഇമോഷൻ എന്താ അറിയോ? തൻ്റെ ഇമോഷനാണ്, കർത്താവേ നീ തന്ന പ്രമാണം എത്ര വലുതാണ്, നിന്റെ വചനത്തെ ഞാൻ അങ്ങോട്ട് രുചിച്ചാൽ തേൻ കട്ട പോലെ ഇരിക്കുന്ന വചനമാണത്. അപ്പോൾ നിന്റെ വചനം കർത്താവേ, നിന്റെ പ്രമാണം, രാപ്പകൽ നിന്റെ പ്രമാണത്തെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അല്ലേ? സങ്കീർത്തനം 1 വായിച്ചു കഴിഞ്ഞാൽ രാപ്പകൽ എന്ത് ചെയ്യുക? പ്രമാണത്തെ ധ്യാനിക്കുകയാണ്. അതിൻ്റെ ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ പ്രമാണത്തിൽ തന്നെ നിൽക്കുകയാണ് അല്ലേ? എന്നാൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ന്യായപ്രമാണം ഒരു നടത്തിപ്പുകാരനായിട്ടല്ല വന്നത്, നിങ്ങളെ സംരക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ കെട്ടിവെച്ച് രക്ഷകന്റെ കാൽപാദപീഠത്തിൽ കൊണ്ടിടാൻ വേണ്ടി ആയിരുന്നു എന്നാ പറഞ്ഞ്. അപ്പോൾ ഇവരെല്ലാരും കൂടെ ധ്യാനിച്ചത് എന്തായിരുന്നു? രക്ഷകനെ അല്ലായിരുന്നു, രക്ഷകന്റെ മുൻപിൽ കൊണ്ടിടുന്ന ന്യായപ്രമാണത്തെ ആണ് അവർ ധ്യാനിച്ചത്. എന്നാൽ പ്രശ്നം എന്താ അറിയാമോ? ഇവർ ധ്യാനിച്ച് അതിനകത്തങ്ങിരുന്നു. അവിടെ ഒരു വീടുണ്ടാക്കി, കൂടാരമുണ്ടാക്കി വിഷയമായി. എങ്ങനെ വിഷയമായി? യേശു പറയുക, നിങ്ങൾ തിരുവെഴുത്തുകളെ ധ്യാനിക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുന്നു എന്നെ കുറിച്ച്, എന്നാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നില്ല. യു ആർ നോട്ട് കമ്മിങ് ടു മീ. എന്താ വിഷയം? പ്രമാണം. ഈ തിരുവെഴുത്ത് തന്നെ പലപ്പോഴും പലർക്ക് തടങ്കൽ പാറയായി മാറാറുണ്ട്. എന്താ റീസൺ അറിയാമോ? ആ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവെഴുത്തിനെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു വ്യക്തി തയ്യാറാകേണ്ടത് തിരുവെഴുത്ത് നൽകിയ ദൈവത്തെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ്. അതിനു വേണ്ടിയാണ് വചനം പറഞ്ഞത്, യഹോവ പറയുകയാണ്, വരുവിൻ യഹോവയെ രുചിച്ചു നോക്കുവിൻ, അവൻ നല്ലവനല്ലോ. അപ്പോൾ ആരെയാണ് രുചിക്കേണ്ടത്? ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, യഹോവയാണ് രുചിക്കേണ്ടത്. അപ്പോൾ യഹോവയെ രുചിച്ച ഒരാള് ഒരിക്കലും പിന്മാറി പോകത്തില്ല. ദൈവത്തെ ടേസ്റ്റ് ചെയ്താൽ അവൻ തന്റെ കൂടെ പറപ്പിന് ഒരു ദ്രോഹം പോലും ഉണ്ടാക്കത്തില്ല. അവൻ ദൈവത്തെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ദൈവത്തിന് എതിരെ ഒരിക്കലും മാറിപ്പോകത്തില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നത്, ഒരിക്കൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ ആസ്വദിച്ചവര്, പരിശുദ്ധാത്മാവിനെ വെളിച്ചം പ്രാപിച്ചവര്, വരുവാൻ ഇരിക്കുന്ന ലോകത്തിന്റെ ശക്തിയെ ആസ്വദിച്ചവര് പിന്മാറിപ്പോയാൽ, അപ്പോൾ പിന്മാറാൻ പറ്റുമോ? പറ്റുമെന്ന്. ആർക്ക് പറ്റും? ഇതൊക്കെ അനുഭവിച്ചയാൾക്ക് പറ്റും. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിന്റെ മീതെ കടക്കുന്ന മേഖലയാണ്. ആ മേഖലയാണ് നശ്മയുടെ മേഖല. സ്പിരിറ്റിന്റെ ബിയോണ്ടായി കിടക്കുന്ന മേഖലയാണ് നശ്മ. ദൈവത്തിന്റെ കാൻഡിലാണ്, ദൈവത്തിന്റെ വെളിച്ചമാണ്, ദൈവം ഇറങ്ങി വരുന്ന ഇടമാണ്. ആ ഇടം ദൈവമായി വെളിപ്പെടുന്ന ഇടം, ദൈവത്തിന്റെ ശക്തിന ഇരിക്കുന്ന ഇടം. ആ ഇടത്ത് ഒരു വ്യക്തി ചെന്ന് ഗുപ്തമായ, അതായത് മറഞ്ഞിരിക്കുന്ന മന്ന,
ആ പെട്ടകത്തിനകത്ത് മറഞ്ഞ മന്ന, അല്ലേ? അവിടെ വേറെ കൃത്രിമമായ ഒരു സംഭവം പോലുമില്ല. ദൈവിക സംഭവം മാത്രമാണ്. ശഖീനയാൽ സംരക്ഷിക്കപ്പെട്ട, പൂക്കൾ വരാത്ത, പൂത്തുപോകാത്ത മന്ന, പൂക്കൾ പിടിക്കാത്ത മന്ന, മറിഞ്ഞിരിക്കുന്ന മന്ന. ജയിക്കുന്നവര് സ്പിരിറ്റിന്റെ മണ്ഡലത്തെ ഭേദിച്ചുകൊണ്ട് അകത്തോട്ട് കയറി, ദൈവത്തിന്റെ ഇന്റിമസിയുടെ അകത്തോട്ട് കയറി, അവൻ ആ മറഞ്ഞിരിക്കുന്ന മന്നെ, ഡെപ്ത് നോളജിനെ, ദൈവത്തിന്റെ തിരിച്ചറിവിനെ ആത്മാവിന്റെ ആഴത്തിൽ പ്രാപിക്കുമ്പോൾ, ഗ്ലോറി ടു ഗാഡ്, അവൻ ആള് മാറിപ്പോവുകയാണ്, വ്യത്യാസം വരികയാണ്, അവന്റെ കണ്ണ് തുറക്കുകയാണ്. ആത്മാവ് പ്രാപിച്ച ആളല്ലായിരുന്നു ഈ എഫെസ്യൻസിലെ ആൾക്കാർ. പോലീസ് പറയുകയാണ്, ഞാൻ മുത്തുകൊട്ടി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ കണ്ണ് തുറക്കാൻ വേണ്ടിയാണ്. എന്താ കണ്ണ് തുറക്കുന്നത്? കണ്ണ് തുറക്കാൻ വേണ്ടിയല്ല, കണ്ണ് വെളിച്ചമാകാൻ വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യന്റെ കണ്ണിൽ വെളിച്ചം വരുന്നത് എങ്ങനെയാണ്? സദൃശ്യവാക്യം 20-27 പറയുക, നശ്മ യഹോവയുടെ വിളക്കാണെന്ന. അപ്പോൾ യഹോവയുടെ കാൻഡിൽ നശ്മയാ. ആ നശ്മ ആക്റ്റീവ് ആകുമ്പോൾ മനുഷ്യന്റെ കണ്ണ് കത്തുകയാണ്. അത് കത്തിയാൽ അടുത്ത ഭാഗം പറയുക, ദൈവത്തിന്റെ പരിജ്ഞാനത്തെ പ്രാപിക്കുകയാണ്. സഹോദരന്മാർ, ലോകത്തിന്റെ പരിജ്ഞാനത്തെ അല്ല. എന്ന് വിഷയം എന്താ അറിയാമോ? രക്ഷ നഷ്ടപ്പെടുമ്പോ അപ്പോൾ ഒരുത്തൻ പറയും പെടും, നഷ്ടപ്പെടും. ഒരാൾ പറയും നഷ്ടപ്പെടത്തില്ല. രണ്ടും കൂടെ കീറിയും പാമ്പും പോലെ ബഹളമായി. എൻ്റെ സഹോദരന്മാരെ, അതല്ല ആത്യന്തിക വിഷയം. അത് പ്രമാണമാണ്. പ്രമാണം പിടിച്ചുകൊണ്ട് പറയും, എന്റെ പ്രമാണം ഇതാണ്. അപ്പൊ ഒരുത്തൻ പറയും, അപ്പൊ മുന്നീവനം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഒരുത്തൻ പറയും, ഇല്ല, പാമ്പും കീറിയും പോലെയായി. കർത്താവ് വരുന്നുണ്ടോ? വരും. ഒരുത്തൻ പറയും, ഇനി വരുന്നില്ല, അത് കഴിഞ്ഞ വിഷയമാണ്, പാമ്പും കീറിയും പോലെയായി അവിടെ, അല്ലേ? അപ്പൊ ഈ പ്രമാണത്തെ പിടിച്ചുകൊണ്ട് ബഹളമുണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾ തന്നെയാണ്. എന്നാൽ അതിന്റെ മീതെ നശ്മയ്ക്കകത്ത് കയറി ആത്യന്തികമായ സംഗതി എന്റെ പ്രമാണമല്ല സഹോദരന്മാരെ, ദൈവമാണ്. ആ ദൈവത്തെ ഭക്ഷിക്കുന്നതാണ്, ആ ദൈവത്തെ അകത്തോട്ട് സ്വീകരിക്കുന്നതാണ് നശ്മയുടെ മണ്ഡലം, നശ്മയുടെ ആഴം. ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എങ്ങോട്ട്? ദൈവത്തിന്റെ ആ ക്ഷണം നിങ്ങൾക്ക് ഞാൻ കൈമാറുകയാണ്. യേശു ലവോദിക്ക സഭയിൽ കടന്നു വന്നു. ശ്രദ്ധിക്കണേ, ലവോദിക്ക സഭയിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ വാതിൽക്കലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? വാതിൽ തുറക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ തന്നെ അടച്ചു വെച്ചൊരു വാതിലുണ്ടെന്നേ. ആ വാതിൽ എവിടെ നിന്ന് മുട്ടുന്നു? നശ്മയ്ക്കകത്ത് നിന്നുകൊണ്ട് യേശു മുട്ടുകയാണ്. മനുഷ്യന്റെ ആത്മാവിന്റെ ആ വാതിലിനെ മുട്ടുക. ഓപ്പൺ ചെയ്യ. നീ തുറന്നാൽ ഞാൻ നിന്റെ ആത്മാവിൽ നിന്റെ അകത്ത് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകുക? അത്താഴം കഴിക്കാൻ വേണ്ടി പോകുക. നീ എന്നോട് കൂടെ അത്താഴം കഴിക്കാൻ വേണ്ടി പോകുക. അപ്പോൾ യേശുവിന്റെ വെളിച്ചം, യേശുവിന്റെ ഡീപ്പർ ലെവൽ ഓഫ് ഇന്റിമസി നശ്മയ്ക്കകത്തൂന്ന്, മോസ്റ്റ് ഹോളി പ്ലേസിൽ നിന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവനെ ഭക്ഷിക്കാൻ വേണ്ടിയാണ്, അവനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഇന്നും പോലെ സ്വീകരിക്കാത്ത പോലെ തിരുവഴുത്തിന്റെ മേഖല നല്ലതാണ്. നമ്മളെ തികഞ്ഞവരാക്കി മാറ്റാൻ വേണ്ടിയാണ്, നമ്മളെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്, നമ്മളെ നല്ലവനാക്കി മാറ്റാൻ വേണ്ടിയാണ്. ആൻഡ് ദാറ്റ് ഈസ് എ ഹോളി ഇൻസ്പയർഡ് സ്ക്രിപ്ചർ വേർഡ് ഓഫ് ഗോഡ്. അത് വളരെ ആവശ്യമാണ്. അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല. അതിന് മരത്തോട് ചേർത്ത് തന്നെ പറയണം, കർത്താവേ എനിക്കിത് പോരാ, എനിക്ക് അടുത്ത ലെവൽ എനിക്ക് വേണം. എന്താണ് ആ ലെവൽ? കർത്താവേ, പരിശുദ്ധമായ മറഞ്ഞിരിക്കുന്ന മന്ന, നിന്റെ ശഖീനയുള്ള ഇടം എനിക്ക് വേണം കർത്താവേ. ഇന്ന് രാത്രി എനിക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടി ആ തിരശീലേ കർത്താവേ എൻ്റെ അകത്ത് നീ ഇന്നൊന്ന് കീറണമേ. നമ്മുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന ആയിക്കട്ടെ. എൻ്റെ അകത്ത് കിടക്കുന്ന ആ തിരശീല ഇന്ന് ഈ രാത്രിയിൽ കീറണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ തിരശീല നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമായ ശക്തിയാൽ, നിങ്ങളുടെ അകത്തുള്ള തിരശീല ആത്മാവിന്റെ ശക്തിയാൽ ഒരുപക്ഷെ ദൈവം തന്നെ കീറി കളയാൻ വേണ്ടി പോകുകയാണ്. എന്നെ തടയുന്ന, എൻ്റെ ചിന്തകളെ തടയുന്ന, എൻ്റെ സ്നേഹത്തെ തടയുന്ന സകല കെട്ടുകളെ, സകല ബാരിയേഴ്സിനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നീക്കം ചെയ്യുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗാഡ്. എൻ്റെ അകത്ത് ഒരു മൂവ്മെന്റ് ഉണ്ടാകണം. നശ്മ. പഴയ നിയമത്തില് കൂടാരം, അതായത് സോളമൻ ദേവാലയം പണിയുന്നതിന് മുൻപേ കൂടാരം നിൽക്കുന്ന കാലത്തിൽ ഒരു അസാധാരണ കാഴ്ച അന്നത്തെ ജനങ്ങൾ കണ്ടിരുന്നു. അന്ന് അവരുടെ കാഴ്ചകളെ അവരുടെ മിദ്രാഷിനകത്ത് എഴുതി വച്ചിരുന്നു. ഹിബ്രു മിദ്രാഷ് എന്ന് പറഞ്ഞ വ്യാഖ്യാനമാണ്, ബൈബിളിന്റെ വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് ആ റബ്ബായിമാർ പറയുന്നത്,
പണ്ട് കൂടാരം നിന്ന സമയത്ത് മോസ്റ്റ് ഹോളി പ്ലേസിനകത്ത് ദൈവത്തിന് ശഖൈന ഇറങ്ങി വരുമ്പോൾ ദൂരെ നിൽക്കുന്ന ആൾക്ക് ആ കൂടാരത്തിന് മേളിൽ ഒരു മേഘം പോലെ സംഭവം കാണാം. അത് മാത്രമല്ല, അതിങ്ങനെ കാണുമ്പോൾ തന്നെ അകത്തെ തിരശീല, മോസ്റ്റ് ഹോളി പ്ലേസ് തിരശീല ചുരുങ്ങും വീർക്കും, ചുരുങ്ങും വീർക്കും. എങ്ങനെ? നമ്മുടെ ലങ്സ് ശ്വാസം വലിക്കുമ്പോൾ വീർക്കുന്നു, ശ്വാസം വിടുമ്പോൾ ചുരുങ്ങുന്നു. അതുപോലെ ആ കൂടാരം ലൈവാണ് എന്ന്, ജീവിക്കുന്നതാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അത് വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുമായിരുന്നു. അത് ദൈവത്തിന് ശ്വാസമുള്ള ഇടമാണ്. ആ ശ്വാസമാണ് എൻ്റെ സഹോദരന്മാരെ തമ്പുരാൻ മനുഷ്യന്റെ മൂക്കിൽ ഊതിവിട്ടത്. ദൈവത്തിന് ശഖൈന, ജീവൻ തരുന്ന, ചലിപ്പിക്കുന്ന, ആക്റ്റീവായി നിൽക്കുന്ന, മനുഷ്യനെ ജീവിപ്പിക്കുന്ന, ദേഹിയാ മാറ്റിയ ആ നശ്മ, ആ ബ്രത്ത് ഓഫ് ഗോഡ്, ആ ശഖൈന, ഹല്ലേലൂയ, അത് വരുമ്പോഴത്തേക്ക് കൂടാരം വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുമായിരുന്നു. ഒരു ലങ്സ് വീർക്കുന്ന പോലെ. ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കിക്കാട്ടെ, ആ തലത്തിലോട്ടാണ്, ദൈവത്തിന് നെഞ്ചിരിക്കുന്നിടത്തോട്ടാണ്, ദൈവത്തിന് ഹൃദയമിരിക്കുന്നിടത്തോട്ടാണ് കർത്താവ് നിങ്ങളെ ക്ഷണിച്ചത്. നിങ്ങളുടെ ഭാരത്തോട് ചേർത്ത് നോക്കിക്കാട്ടെ. ഇതേ പാദവിടത്തിലല്ല കേട്ടോ, പാദവിടത്തിൽ ഇരിക്കുന്നത് ദാസന്മാരാണെന്നേ, എന്നാൽ മക്കൾ ഇരിക്കുന്ന മടിയിലാണെന്നേ, എന്നാൽ മണവാട്ടിയിരിക്കുന്നത് ഹൃദയത്തിലാണ്. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം വിളിച്ചേക്കുന്നത് അവന്റെ മാറത്തിരിക്കാൻ വേണ്ടിയാണ്, അവന്റെ നെഞ്ചത്തിരിക്കാൻ വേണ്ടിയാണ്, അവന്റെ ചങ്കിലിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ തന്നെയാണ് അവന്റെ ചങ്ക്. നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ സ്വർഗത്തിലെ മഹത്വം പിടിഞ്ഞ് ഇറങ്ങി വന്ന് നിങ്ങളെ വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ദാസരൂപം എടുത്തത് കേട്ടോ. നിങ്ങളുടെ വില എത്ര വലുതാണ്. നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് അറിയാമോ? എന്താണ് സുവിശേഷം? നിങ്ങൾ പറയും ഗോസ്പലാണ്, നിങ്ങൾ പറയും കുരിശാണ്, നിങ്ങൾ പറയും യേശുവാണ്. പക്ഷെ ഇന്ന് യേശു പറയും സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയാ സുവിശേഷം. നിന്നെ തേടിയ ഞാൻ ഇറങ്ങി വന്നത്. നിനക്കൊരു വില ഉണ്ടായിരുന്നു, ആ വിലയെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ലോകത്തിൽ ഏറ്റവും വലിയ വില, എന്റെ പരിശുദ്ധ ബ്ലഡ് ഊറ്റിക്കൊടുത്ത് ഞാൻ നിന്റെ വിലയെ തെളിയിച്ചതാണ്. നീ സർവസമ്പന്നനാണ്. നീ ഒരു ആത്മാവ് മാറി നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ സകല പ്രപഞ്ചം ഒരുമിച്ച് വന്നാൽ പോലും നിന്റെ അത്രയും വിലയാകത്തില്ല. നിന്റെ വില വലുതാണ്. അതിന് എനിക്ക് തന്നെ ഇറങ്ങി വരേണ്ടി വന്നു. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അയച്ചത് ഗബ്രിയേലിനെ അല്ല, മീഖായേലിനെ അല്ല. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇറങ്ങി വന്നു. നീ എന്റെ ചങ്കാണ്, നീ എന്റെ ഹൃദയമാണ് എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ നിങ്ങളെ വീണ്ടെടുത്തത് നിങ്ങൾ പാദവിടത്തിലിരിക്കാൻ വേണ്ടിയല്ല, മടിയിലിരിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ അവന്റെ അകത്തോട്ട് കയറിപ്പോകാൻ വേണ്ടിയാണ്, ചങ്കിലോട്ട് കയറിപ്പോകാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രിയില അത് ഓപ്പണായി വരട്ടെ, ഓപ്പണായി വരട്ടെ, ഓപ്പണായി വരട്ടെ. ഗ്ലോറി ടു ഗോഡ്. നിങ്ങളുടെ മനസ്സ് ആ ലെവലിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവം അറിയുമോ? നിങ്ങളുടെ ലെവൽ അങ്ങ് മാറിപ്പോകും. നിങ്ങളങ്ങ് അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയായി മാറും. കാരണം ഒരു സംഭവം നിങ്ങൾക്ക് ആഡായെന്നേ. എന്താ? നശ്മ ഓപ്പണായി, നശ്മ കത്തി. നിങ്ങൾ വെളിച്ചത്തല്ല നിങ്ങൾ. അപ്പോൾ അങ്ങനെ നശ്മ കത്തിക്കഴിഞ്ഞാൽ ആ രലം സ്നേഹത്തിന്റെ രലമാണ്, അസാധാരണ സ്നേഹത്തിന്റെ രലമാണ്. അതുകൊണ്ടാണ് പറഞ്ഞേ പ്രത്യാശയും വിശ്വാസവും സ്നേഹവും ഇവയിൽ ഏറ്റവും വലുതെന്താണ്? സ്നേഹമാണെന്നാണ്. സ്നേഹം ഒഴുകുന്നത് അവനിൽ നിന്നാണ്. സ്നേഹം ഒഴുകുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്നാണ്. ബാക്കി എല്ലാ ഹൃദയം ഇന്റലക്ച്വൽ കപ്പാസിറ്റി, റീസണിങ് കപ്പാസിറ്റിയാണ് കേട്ടോ. റീസണിങ് കപ്പാസിറ്റി. എനിക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരുപാട് സഹോദരന്മാർ, ഞാൻ സ്നേഹിച്ച ഒത്തിരി സഹോദരന്മാർ ഉണ്ട്. ഞാൻ ഇപ്പോഴും അവരെ സ്നേഹിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ചില ഉപദേശ കാരണത്താൽ എൻ്റെ തല തിരിഞ്ഞ് നാളുണ്ടായിരുന്നു. പ്രമാണം പറഞ്ഞ് പോയ കാലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തിൽ ഞാൻ എൻ്റെ കൊച്ചു ബുദ്ധിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചിലർക്ക് എതിരെയായിപ്പോയി, അവരുടെ കൊച്ചു ബുദ്ധിയിൽ എനിക്കെതിരെയായിപ്പോയി. അങ്ങനെ വിഷയം വളരെ ഗുരുതരമായി മാറി. അവർ എനിക്ക് പാറ പണിഞ്ഞു, ഞാൻ പാറയ്ക്കകത്ത് പെട്ടു. അങ്ങനെ കുറേ വിഷയമായി. ഇങ്ങനെ വിഷയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. പിന്നീട് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നത്, കുഞ്ഞെ, പ്രമാണത്തിന് മീതെയാടാ നിന്റെ ആ സഹോദരങ്ങൾ, നിനക്ക് പാറ വെച്ചയാള്. അതുകൊണ്ട്
നീ ആ ആളിനെ മനസ്സ് തുറന്ന് സ്നേഹിക്കണം. അപ്പോൾ എൻ്റെ അകത്ത് സ്നേഹമില്ല, എൻ്റെ അകത്ത് ചോദ്യമാണ്, കർത്താവ് എന്തുകൊണ്ടാണ് ചോദ്യമായിരുന്നു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ കാര്യമാണ്, നിന്റെ അകത്ത് അടുത്ത ലെവലിൽ സ്നേഹം ഇറങ്ങി വരേണ്ടതാണ്. അപ്പോൾ കർത്താവ് എൻ്റെ സ്നേഹമല്ലേ എന്ന് ഇരിക്കുന്നത്? സ്നേഹമുണ്ട്, പക്ഷേ എൻ്റെ അകത്തുള്ള സ്നേഹം നിനക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ അതെങ്ങനെ കർത്താവേ? അപ്പോൾ ദൈവം പറഞ്ഞ കാര്യമാണ്, എടാ ഒരു അപ്പൻ തന്നെ കുഞ്ഞിനെ സ്നേഹിക്കാറുണ്ടോ? ഉണ്ട്. ആ സ്നേഹം ആണോ എൻ്റെ സ്നേഹം? അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ അങ്ങനെയല്ലേ? അല്ല. അതെന്താ കാര്യം? യേശു പറഞ്ഞില്ലേ, നിങ്ങൾ നല്ലവരല്ല, നിങ്ങൾ തീയതവരാ, നിങ്ങൾ തിന്മയുള്ളവരാ. അപ്പൊ തിന്മ ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ലത് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികം. അപ്പോൾ അപ്പൻ തന്റെ മക്കളെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ അളവിലല്ല നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ നമ്മെ സ്നേഹിക്കുന്നത്. ആ അളവ് ഇല്ലാത്ത ഒരു സ്നേഹമാണ്. അപ്പോൾ ഈ അളവില്ലാത്ത സ്നേഹം ഏതാണ്? അത് നമുക്കുണ്ടോ? അത് നമ്മൾ ചിന്തിക്കേണ്ടതാ. ഇല്ലാതെ പോയതിന്റെ കാരണം പുരോഹിതന്മാരുടെ മുമ്പിൽ കിടക്കുന്ന ബാരിയറാണ്. ആ ബാരിയറിനെ കുറിച്ചാണ് ഞാൻ ഒരു ദിവസം പറഞ്ഞത്. യെരിഹോയിലോട്ട് പോയ ഒരു സഹോദരൻ തല്ലി ചതച്ച കള്ളന്മാർ കുഴിക്കകത്ത് ഇട്ടു. ലേവി വന്നു, പുരോഹിതൻ വന്നു, ചെറിയ പ്രശ്നം ഉണ്ടായി. കൂടപ്പറപ്പല്ലേ, പക്ഷെ ശുശ്രൂഷ ചെയ്യണം. അതുകൊണ്ട് തൊടാതെ പുള്ളി അങ്ങ് പോയി. എന്താ മാണം, ശുശ്രൂഷ, അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു, നല്ല സമരിയ. എവിടുത്തെ സമരിയ? നല്ല സമരിയ, ദൈവത്തെ അറിയാവുന്ന, ദൈവത്തെ മനസ്സിലാക്കിയ, അല്ലേ? ഈ നല്ലതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? ഒരിക്കൽ യേശുവിനെ അടുത്തിട്ട് ഒരുത്തൻ ചോദിച്ചു, നല്ല ഗുരുവേ. ചൂടായി, എടോ ഞാൻ നല്ലതല്ല, നീ എന്താ പറയുന്നത്? ഒരുവൻ മാത്രം നല്ലതെന്ന് പറഞ്ഞു. തനിക്ക് ബോധം കൊടുക്കുക, നല്ലതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യേശു ബോധം കൊടുത്ത പുള്ളിക്ക് മനസ്സിലായില്ല. പക്ഷെ യേശു ഒക്കെ നല്ല സമരിയ. എന്താ അതിൻ്റെ അർത്ഥം? പാപം നടക്കുന്ന മുൻപേ ദൈവം എല്ലാത്തിനും നോക്കിയിരുന്നു. എന്ത് പറഞ്ഞു? എല്ലാം വളരെ നല്ലതാണ്. എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിന് ഹിതത്തിന്റെ ട്യൂണ്, അലൈൻമെന്റിലെല്ലാം ഓടുകയാ, ഒന്നും തെറ്റി ഓടുകയല്ല, എല്ലാം അലൈൻമെന്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന് ഹൃദയപ്രകാരം നടക്കുകയാണ്. സ്വർഗത്തിൽ ഇഷ്ടമാകുന്ന പോലെ പ്രപഞ്ചത്തിൽ മൊത്തം തമ്പുരാന്റെ ഇഷ്ടം ഓടി നടക്കുകയായിരുന്നു. ഒരിടത്ത് പോലും ലംഘനമില്ലായിരുന്നു. അതാണ് നല്ലത്. അപ്പോൾ യേശു പറയുക, നല്ല സമരിയ, ഗുഡ് സമരിറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഹൃദയത്തോട് അലൈൻ ആയിരിക്കുന്ന ഹൃദയമാണ് നല്ല സമരിയക്കാരൻ്റെ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആ പുള്ളിക്ക് ശുശ്രൂഷയല്ല വലുത്, ആ പുള്ളിക്ക് പ്രമാണമല്ല വലുത്, ആ പുള്ളിക്ക് അവിടെ അത്യാവശ്യത്തിൽ കടക്കുന്ന നിലവിളിക്കുന്ന ആളാണ് വലുത്. പുള്ളി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു, പുള്ളി പ്രമാണം മാറ്റിവെച്ചു, പുള്ളിയുടെ ബിസിനസ് മാറ്റിവെച്ചു, പുള്ളിയുടെ ലൈഫ് മാറ്റിവെച്ചു, പുള്ളി ആ ലൈഫിനെ സംരക്ഷിക്കാൻ വേണ്ടി എനിക്കുള്ള എല്ലാം വെച്ചു. അതാണ് ദൈവത്തിന്റെ സ്നേഹം. ഗ്ലോറി ടു ഗോഡ്. ആ സ്നേഹം എൻ്റെ അകത്തുണ്ടോ ദൈവനോട് ചോദിച്ചു. ഞാൻ അന്വേഷിച്ച് നോക്കി കേട്ടോ. അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അല്പം കുറവായിട്ട് അല്ല തോന്നിയത്, എനിക്ക് പൂജ്യമായിട്ടാണ് തോന്നിയത് കേട്ടോ. ഞാൻ എൻ്റെ കാര്യം തുറന്നങ്ങ് പറയുകയാണ്. എനിക്ക് തോന്നിയ പൂജ്യമായിട്ടാണ്. നിങ്ങൾ എന്നെ കളിയാക്കിക്കോ, കുഴപ്പമില്ല. സ്വർഗത്തിൽ പോകുമ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് കർത്താവ് എല്ലാ കാര്യം തുറന്നു വിടുമ്പോഴത്തേക്ക് ഞാൻ ലജ്ജിക്കപ്പെടത്തില്ലല്ലോ. ഞാനെങ്കിൽ ലജ്ജിക്കപ്പെടട്ടെ, കുഴപ്പമില്ല. ഇപ്പോഴും നിങ്ങൾ എന്നെ കല്ലുവാരി എറിഞ്ഞ കുഴപ്പമില്ല, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ തമ്പുരാന്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഞാൻ തുറന്നു പറയുകയാണ്, സ്നേഹം എനിക്ക് കുറവായിരുന്നു എന്നല്ല, ആ സ്നേഹം എനിക്കില്ലായിരുന്നു. എനിക്ക് കേട്ടോ, ആ സ്നേഹം എനിക്കില്ലായിരുന്നു. അപ്പൻ്റെ സ്നേഹമുണ്ട്. ഇവിടെ സൊസൈറ്റി ജീവിക്കുമ്പോൾ ആ സ്നേഹം എനിക്കുണ്ട്. എനിക്ക് നന്മ ചെയ്ത ആളിനെ സ്നേഹിക്കാൻ ഉള്ള സ്നേഹം എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഒക്കെ ഈ ഭൂമിയിൽ സ്പിരിറ്റിന്റെ മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇന്റലക്ച്വലി മനസ്സിലാക്കുന്ന സ്നേഹമുണ്ട്. ആ ആള് എനിക്ക് 100 രൂപ തന്നു കേട്ടോ, അപ്പോൾ എൻ്റെ സ്നേഹിക്കുന്ന ആളാണ്. എനിക്കൊരു നേരത്തെ ആഹാരം തന്നു, ആ ആള് കണ്ടോ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പുള്ളി എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് കാശിട്ട് തന്നു, ആ ആള് എന്നെ. അപ്പോൾ ഈ സംഭവം എല്ലാം അറിയാമോ? ഇതെല്ലാം എൻ്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയാ. നന്മ കിട്ടുന്നിടത്ത് നമ്മുടെ മനസ്സ് അങ്ങോട്ട് ഓടിപ്പോകും. ഇന്റലക്ച്വൽ കപ്പാസിറ്റിയാണ്. എൻ്റെ കൂടെപ്പിറപ്പ് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പക്ഷേ എൻ്റെ ശത്രു, ഞാൻ പകയ്ക്കുന്നയാള് വന്നു കഴിഞ്ഞാൽ വഴിമാറി പോകുന്നു. അത് ആക്ച്വലി പ്രശ്നമാണ്, അത് ബാരിയറാണ്. എവിടെയോ പ്രശ്നമുണ്ടായി. അവിടെ സഹോദരങ്ങളെ, എവിടെയോ പ്രശ്നമുണ്ടായി.
ദാറ്റ്സ് പ്രോബ്ലം. നിങ്ങൾ അത് അതിജീവിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ അവിടെ നിന്ന് പുറത്ത് വന്നേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആകാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തിന് ഉള്ളിലോട്ട് കയറിപ്പോകാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തിന് ശക്തിയെ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് ഹൃദയം പോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നൊന്ന് കരഞ്ഞാട്ടെ, കർത്താവ് എനിക്ക് ആ സ്നേഹം വേണം. എനിക്ക് എന്ത് ആ സ്നേഹം വേണം? അത് വെറുതെ എവിടെ നിന്ന് അറിയാമോ? ഈ തിരശ്ശീല പൊട്ടിച്ച് അകത്തോട്ട് കയറണം, നശ്മയിലോട്ട് കയറണം. അവിടെയാ തമ്പുരാന്റെ ഹൃദയം ഇരിക്കുന്നത്, അവിടെയാ ഹൃദയം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു കണ്ണും കണ്ടിട്ടില്ല, ചെവിയും കേട്ടിട്ടില്ല, ഒരുവന്റെ മനസ്സിൽ തോന്നിയിട്ടുമില്ല എന്നാണ്. എന്താണ് അത്? ദൈവത്തിന്റെ ഹൃദയമാണ്, അത് ദൈവത്തിന്റെ ഹാർട്ടാണ്. ആ ഹാർട്ടിനെ കർത്താവ് എല്ലാവർക്കും ഓപ്പൺ ആക്കി കൊടുക്കത്തില്ല. തമ്പുരാൻ പറഞ്ഞല്ലേ, പന്നിയുടെ മുമ്പാകെ മുത്ത് ഇടരുന്നത്. ആ തമ്പുരാൻ ഇടുവോ മുത്ത്? ഇടത്തില്ല. ആ തമ്പുരാന് മനസ്സിലാകണം, എടാ ഇത് പന്നിയല്ല, ഭൂമിയിലെ ഇൻസ്റ്റിങ്ക്ട് നോക്കി ജീവിക്കുന്ന ആളല്ല, പുള്ളി എന്നെ അന്വേഷിക്കുന്ന ആളാണ്, എന്നെ സ്നേഹിക്കുന്ന ആളാണെന്ന് ദൈവത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കളവറകളെ തുറക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവം തന്റെ കിളിവാതിലുകളെ തുറക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് പണം വേണോ? നിങ്ങൾക്ക് നന്മ വേണോ? നിങ്ങൾക്ക് ഓൾട്ടോ മാറി നിങ്ങൾക്ക് ബെൻസ് ആക്കണോ? ഞാൻ പറയാം, നിങ്ങൾക്ക് എല്ലാം ലഭിക്കാൻ വേണ്ടിയുള്ള ഏക സോഴ്സ് നശ്മയ്ക്കകത്ത് വരിക എന്നാണ്. അവിടെ ലൈഫ് നിങ്ങളെ മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ഒന്ന് കണ്ണടയ്ക്കാം, ഒന്ന് മനസ്സിനെ നമുക്കൊന്ന് അകത്തോട്ട് കൊണ്ടുപോകാം. ഇന്ന് യേശുവിന്റെ നാമത്തില് ഒരു കുഷ്ഠരോഗിയായ ആള് പട്ടാപ്പകൽ യേശു കർത്താവ് ഒലിവ് മലയുടെ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ വലിയ പുരുഷാരം തന്റെ പിൻപിലായി എന്ന് വചനം പറയുകയാണ്. അങ്ങനെ വലിയ പുരുഷാരം ഉള്ളപ്പോൾ ഇൻഫീരിറ്റി കോംപ്ലക്സ് മനസ്സിൽ വെച്ചുകൊണ്ട് ഞെട്ടി പേടിച്ച് യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, കർത്താവേ, നീ ആഗ്രഹിച്ചാൽ, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്നെ സൗഖ്യമാക്കണം. ഇതുപോലെ സമൂഹം തള്ളി, നാട്ടുകാരെ തള്ളി, വീട്ടുകാരെ തള്ളി, പള്ളിക്കാരൻ തള്ളി, പുറന്തള്ളി, പുള്ളിയെ ഒറ്റയ്ക്ക് ഐസൊലേറ്റ് ചെയ്തിട്ട് സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റിയ മതമായിരുന്നു അന്നത്തെ ആ മതം. ഈ മതത്തിന്റെ ചിന്ത പുള്ളിയുടെ അകത്തുണ്ടാക്കി കൊടുത്തൊരു ഇൻഫീരിറ്റി കോംപ്ലക്സ് ആണ്. ദൈവം പോലും എന്നെ കൈവിട്ടു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് മനസ്സുണ്ടോ കർത്താവേ? നീയും ഇവരെ പോലെയാണോ? നിനക്ക് മനസ്സുണ്ടോ കർത്താവേ? ഇന്ന് രാത്രിയിൽ ആരുടെയെങ്കിലും മനസ്സിനകത്ത് ഈ ചോദ്യം ഉണ്ടെങ്കിൽ, ഈ പ്രയാസമുണ്ടെങ്കിൽ, വീട്ട്, സഭ, നാട്, കൂടപ്പറപ്പ്, ഇവരെല്ലാവരും കൂടെ നിങ്ങളെ തഴഞ്ഞ് നിങ്ങളെ ഒറ്റക്കാക്കി മൂല കൊതുക്കിയെങ്കിൽ നിങ്ങളുടെ അകത്ത് ഡെവലപ്പ് ആകുന്നത് ഇൻഫിനിറ്റി കോംപ്ലക്സ് ആണ്. ദൈവമേ, നീയും അങ്ങനെയാണോ? ആ ചിന്ത നിങ്ങളുടെ മനസ്സുണ്ടെങ്കിൽ അതൊരു ട്രാപ്പാണ്. മനസ്സിന്റെ മുമ്പോട്ട് വിടാതെ ട്രാപ്പ് ചെയ്യുകയാണ്. യേശു കർത്താവ് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, എനിക്ക് ആഗ്രഹമുണ്ടടാ നീ സൗഖ്യമാകണം എന്ന്. എനിക്ക് ആഗ്രഹമുണ്ടടാ നീ സൗഖ്യമാകണം എന്ന്. എന്താ അതിന്റെ അർത്ഥം അറിയാമോ? യേശുവിന് ആഗ്രഹമുണ്ട് നീ നന്നാകണമെന്ന്. യേശുവിന് ആഗ്രഹമുണ്ട് നീ പെർഫെക്റ്റ് ആകണമെന്ന്. യേശുവിന് ആഗ്രഹമുണ്ട് നീ പറക്കണമെന്ന്. യേശുവിന് ആഗ്രഹമുണ്ട് നീ വിശുദ്ധനാകണമെന്ന്. യേശുവിന് ആഗ്രഹമുണ്ട് നീ മരിച്ചവരെ ഉയർപ്പിക്കണമെന്ന്. യേശുവിന് ആഗ്രഹമുണ്ട് നീ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആകണമെന്ന്. യേശുവിന് ആഗ്രഹമുണ്ട് നിന്റെ ബാങ്ക് അക്കൗണ്ടിനകത്ത് 2 അല്ല 5 അല്ല 6 8 അക്ക 0 വന്ന് വലിയ തുകയായി ഒരു മുതലാളിയായി മാറുന്ന യേശുവിന് ആഗ്രഹമുണ്ടോ? ഉണ്ടെന്നേ. യേശുവിന് ആഗ്രഹമുണ്ട്. യേശു ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നന്മയായിട്ടാണ്. ആ നന്മ നിങ്ങളുടെ മനസ്സിലോട്ട് ഇന്നൊന്ന് കയറട്ടെ. യേശു നിങ്ങൾക്ക് വേണ്ടി നല്ലത് ആഗ്രഹിക്കുന്നു, നല്ലത് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിനകത്ത് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇങ്ങനെ ചിന്തയുണ്ടോ? യേശുവേ, നീ എന്നെ തഴഞ്ഞോ? ഞാൻ ഇത്രയോ മഹാപാപി, ക്ഷമിക്കാൻ കഴിയാത്ത ഒരു ജന്മം ഞാൻ. എൻ്റെ അപ്പനോട് ക്ഷമിച്ചില്ല, അമ്മയോട് ക്ഷമിച്ചില്ല, നാട്ടുകാരോട് ക്ഷമിച്ചില്ല, ഞാനൊരു വക്രൻ. അയ്യോ, എൻ്റെ മനസ്സിനകത്ത് മൊത്തം കിടക്കുന്നത് ഭൂമിയിലെ ചിന്ത മാത്രം. നീ എന്നെ സ്നേഹിക്കുമോ കർത്താവേ? നീ എന്നെ സൗഖ്യമാക്കുമോ? നീ എൻ്റെ അകത്ത് ഇല്ല തിരശ്ശീല കീറുമോ? നീ എൻ്റെ കുഷ്ഠത്തെ മാറ്റുമോ? നിനക്ക് മനസ്സുണ്ടോ? യേശു പറയുകയാ, ഉണ്ട്.
എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട് എന്ന് പരിശുദ്ധാത്മക ഞാൻ ദൂത് പറയുകയാണ്. സഹോദരങ്ങളെ, ദൈവമക്കളെ, നിങ്ങളെ ശുദ്ധീകരിപ്പാൻ യേശുവിന് മനസ്സുണ്ട്. നിങ്ങൾ ഇന്ന് അവൻ്റെ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങളുടെ ബാരിയേഴ്സിനെ കീറി, നിങ്ങളുടെ തടവുകളെ പൊട്ടിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളെ പുതിയവളാക്കി മാറ്റി ദൈവത്തിൻ്റെ ആ നശ്മയ്ക്കകത്ത് കയറ്റി കത്തിച്ച് പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് കർത്താവ് ഒരു അനുഗ്രഹം ഇന്ന് രാത്രി കൈമാറാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ചോദിച്ചാട്ടെ, കർത്താവ് എനിക്ക് മനസ്സുണ്ടോ? അവൻ്റെ ആത്മാവ് പറയും മനസ്സുണ്ട് എന്നാണ്. കമോൺ, നമുക്ക് പ്രാർത്ഥിക്കാം. തുരാതക ശംധുരേ റൈകൾ ഘടകനാദകല ഘടകര ഹന്ധുരിയാലബ ശംധുലഗലഗല ബൗധാരീമ ഖാരിയാലബ ശംധുരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നശ്മയുടെ ആ ഗേറ്റ് ഞാൻ വിട്ടതിന് ശേഷം സ്പിരിറ്റിന്റെ മണ്ഡലത്തിലോട്ട് കയറുകയാണ്. റീസണിങ് കപ്പാസിറ്റി, എനിക്കുള്ള ബൗദ്ധിക നിലവാരം, എൻ്റെ അറിവിൽ വന്നിരിക്കുന്ന യേശുവിൻ്റെ ബോധം, ഞാൻ അറിഞ്ഞ ദൈവം, ഞാൻ മനസ്സിലാക്കിയ ദൈവം, ആ ചിന്തയാണ്. ഞാൻ പഠിച്ച ദൈവം, ഞാൻ മനസ്സിലാക്കിയ ദൈവം, എൻ്റെ ചർച്ച് എനിക്ക് കൈമാറിയ അറിവ്, അതാണ് ഈ സ്പിരിറ്റിന്റെ മണ്ഡലത്തിൽ കിടക്കുന്നത്. വിളക്ക്, ചർച്ച് കൊടുക്കുന്ന വിളക്കാണ് ആ വിളക്ക്. എന്നാൽ ഇതിൻ്റെ അപ്പുറം ഒരു അസാധാരണ മേഖലയുണ്ട്. അത് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തിലോട്ടുള്ള വഴി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമുള്ള അവരെ കാൽ ചവിട്ടി മുമ്പോട്ട് ഇറങ്ങിപ്പോയത്, വളരെ ചുരുക്കമേ ഉള്ള അവിടെ ഇറങ്ങിപ്പോയത്. ഇന്ന് നിങ്ങളുടെ കാല് അങ്ങോട്ട് യാത്ര ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ മണ്ഡലത്തിൽ ചലിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അവൻ നിങ്ങളെ വിളിക്കുകയാണ്. Come on, come with me. I will take you to a new place that you have never seen. I have prepared this place for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലമാണ്, എന്നോട് കൂടെ ഇരിക്കുന്ന സ്ഥലം. നീ വരുക. യേശു വിളിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുകയാണ്. കർത്താവേ, മതത്തിൻ്റെ കെട്ടിനകത്ത് കിടക്കുന്ന ഞങ്ങളെല്ലാവരും കൂടെ ഈ ഭൂമിയിൽ പഠിച്ച, എൻ്റെ ആത്മാവ് കണ്ട പല കാര്യങ്ങൾ, ചിന്തിച്ച പല കാര്യങ്ങളിൽ കൂടെ എൻ്റെ മനസ്സിൽ ഉദിച്ച ആ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്നേഹിച്ചു പോയിട്ടുണ്ട്. നന്മ ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു, തിന്മ ചെയ്യുന്നവരെ സ്നേഹിക്കാൻ കഴിയാതെ പോവുകയാണ്. എന്തൊക്കെ ബാരിയർ മനസ്സിനകത്ത് കെട്ടി എന്നെ മുൻപോട്ട് വിടാത്തൊരു മേഖല. മനുഷ്യന്റെ ഹൃദയം, ഏറ്റവും നല്ല മനുഷ്യന്റെ ഹൃദയം ഞങ്ങൾ പ്രാപിച്ചേക്കാം. പക്ഷെ എനിക്ക് വേണ്ടത് ഒരു നല്ല മനുഷ്യന്റെ ഹൃദയമല്ലല്ലോ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകേണ്ടതിന് വേണ്ടിയാണല്ലോ. അത് ഇരിക്കുന്നത് കർത്താവേ ആ പരിശുദ്ധ സ്ഥലത്തിൽ മറഞ്ഞിരിക്കുന്ന മഞ്ഞയുടെ രൂപത്തിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തിരുമനസ്സാണല്ലോ കർത്താവേ. ആ മനസ്സ് നീ ഞങ്ങൾക്ക് വേണ്ടി എന്നെ പ്രകാശിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. അതോപ്പണാകട്ടെ കർത്താവേ. കമാൻ, ദൈവമക്കളുടെ അകത്തോട് കർത്താവെ ആ മനസ്സ് ഓപ്പണാകട്ടെ. ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രിയമുള്ളവരെ കർത്താവെ നീ തുടരണമേ. അവരുടെ മനസ്സിനകത്തൊരു അന്തരമുണ്ടാകണമേ, ഒരു മാറ്റമുണ്ടാകണമേ. യഥാർത്ഥമായ കർത്താവെ പരിശുദ്ധ സ്നേഹത്തെ മനസ്സിലാക്കി ഈ ലോകത്തിൽ നടക്കുമ്പോൾ ഭയത്തോടെ അല്ല കർത്താവെ, അധികാരത്തോടെ, മനവാട്ടിയുടെ കർത്താവെ ആ അധികാരത്തോടുകൂടെ നടന്ന ദൈവത്തിന് ചങ്കോട് ചേർന്നിരിപ്പാൻ വേണ്ടിയുള്ള പ്രാഗൽഭ്യം കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാകണതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിൽ പല റോളാണ് ചെയ്യുന്നത്. ഞങ്ങൾ ശിഷ്യന്മാരാണ്, ഞങ്ങൾ ദാസന്മാരാണ്, ഞങ്ങൾ മക്കളാണ്, ഞങ്ങൾ മണവാട്ടിയാണ്. ഞങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ പല തട്ടുകളുടെ ആഴങ്ങളാണ് ഓരോ കർത്താവെ രീതികളിൽ വെളിപ്പെട്ട് വരുന്നത്. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ നന്മകൾ ഞങ്ങളുടെ അതേ തുറമുഖത്തിൽ കർത്താവ്, അതേ ഫേസിൽ, അതേ കർത്താവെ മനസ്സിനെ ചാമ്പറിൻ്റെ അകത്ത്, അറകൾക്കകത്ത് കർത്താവെ വെളിപ്പെട്ട് വരട്ടെ കർത്താവെ. ഇന്ന് മക്കളായി ആ അനുഭവം പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ അവർക്കൊരു ഫ്രീഡം ഉണ്ടായി ഒരു മകൻ പിതാവിൽ നിന്ന് അനുഭവിക്കുന്ന സന്തോഷം, നന്മ അവർ പ്രാപിക്കട്ടെ കർത്താവെ. പിശാചിന്റെ എല്ലാ കള്ളങ്ങൾ, എല്ലാ പോസ്റ്റുകൾ പൊട്ടിപ്പോകട്ടെ കർത്താവെ. അവൻ പറയുന്ന എല്ലാ തെറ്റായ നുണകൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് തിരുവചനത്തിൻ്റെ റബ്ബർ എടുത്തുകൊണ്ട് നീ മായ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ തീയാൽ കർത്താവെ ആ കടലാസുകളെ ഞങ്ങളുടെ മനസ്സിന് ഡയറിക്കകത്ത് കുറിച്ച് വെച്ചേക്കുന്ന പല പഴയ ചരിത്രങ്ങളെ, വേണ്ടാത്ത ചരിത്രങ്ങളെ നിന്റെ പരിശുദ്ധ അഗ്നിയെ കത്തിച്ചുകൊണ്ട് കർത്താവെ നീ ഇല്ലാതാക്കണമേ, കത്തിച്ച് കരിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
അതിൻ്റെ ഓർമ്മകളില്ലാതെ പരിശുദ്ധ ഫ്രീഡം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നീ സഹായിക്കണമേ. ഒരു ഫ്രീഡം ഉണ്ടാകട്ടെ, ഒരു റിലീസ് ഉണ്ടാകട്ടെ, ഒരു മോചനം ഉണ്ടാകട്ടെ. കർത്താവെ, സ്നേഹമല്ലാതെ മറ്റൊരു സംഭവം ഈ ഭൂമിയിൽ ദൈവമായി കർത്താവെ ഇല്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് ദൈവം സ്നേഹമാകുന്നു എന്ന്. ആ സ്നേഹം വെളിപ്പെടട്ടെ. മനസ്സ് ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ. മക്കളെ യഥാർത്ഥമായി സ്നേഹിക്കാൻ കഴിയട്ടെ. ഭാര്യയെ സ്നേഹിക്കാൻ കഴിയട്ടെ. ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയട്ടെ. ചർച്ചിലെ സഹോദരങ്ങളെ സഹോദരിമാരെ തമ്മിൽ, ചർച്ചിന്റെ അവയവങ്ങൾ കർത്താവെ തമ്മിൽ സ്നേഹിക്കാൻ കഴിയട്ടെ. കർത്താവെ, അവരുടെ സ്വന്തമല്ലാത്തവരെ അവർ ദൈവം എങ്ങനെയാണ് അവരെ സ്നേഹിച്ചത് അങ്ങനെ സ്നേഹിക്കാൻ കഴിയട്ടെ. കർത്താവെ, ബാരിയർ പൊട്ടട്ടെ. ശുശ്രൂഷ മേഖലയ്ക്ക് അകത്തുണ്ടാകുന്ന ബാരിയർ, പ്രമാണം, പ്രസ്ഥാനത്തിന്റെ ബൗണ്ടറി ലൈൻ ഓഫ് കൺട്രോൾ എല്ലാം മാഞ്ഞു പോകട്ടെ. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഒരു ഈഗൽ പെർസ്പെക്റ്റീവായി അവരുടെ അകത്ത് ഈ സ്നേഹം വെളിപ്പെട്ട് വരട്ടെ. ഈ മനസ്സ് വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെട്ട് വരട്ടെ. ഫ്രീഡമുള്ള മനസ്സ് വെളിപ്പെട്ട് വരട്ടെ. എത്ര പള്ള പറഞ്ഞാൽ പോലും ദൈവത്തിന്റെ മനസ്സിനകത്ത് കർത്താവെ സ്നേഹം കുറയാത്ത രീതിയിൽ നിൽക്കുന്ന ആ മഹാസ്നേഹം, കുന്തം കൊണ്ടും ചാട്ടവാരം കൊണ്ടും തുപ്പൽ കൊണ്ടും ഒക്കെ യേശുവിനെ അഭിഷേകം ചെയ്ത അന്നത്തെ ആൾക്കാർ നോക്കിക്കൊണ്ട് യേശു ഇവരെ ക്ഷമിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ആ മഹാമനസ്സ് കർത്താവെ ഞങ്ങൾ ഓർക്കുകയാണ്. സഹായിക്കണമേ. ഞങ്ങളും അങ്ങനെയായി മാറുവാൻ കൃപ നൽകിയാട്ടെ. പ്രാർത്ഥനാഘട്ടത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.